എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരുമിച്ചുകൂടലുകളും മതപ്രഭാഷണവും ഖുർആനിക പഠനവും എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇതൊക്കെ ആരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാവണം എന്നാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താൻ വേണ്ടിയോ അല്ല ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഒരേ ഒരു ലക്ഷ്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടം വിട്ടു മടങ്ങും. ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണമുണ്ടെങ്കിലും 1000 സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മളൊക്കെയെങ്കിലും റബ്ബ് നിശ്ചയിച്ച സമയം, റബ്ബ് നിശ്ചയിച്ച രീതിയിൽ അല്ലാഹു നമ്മളെയൊക്കെ ഈ മണ്ണിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില കവികളൊക്കെ അവരുടെ ഗ്രന്ഥത്തിലൂടെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ജനനത്തെക്കുറിച്ചും മനുഷ്യന്റെ മരണത്തെക്കുറിച്ചും. അവരുടെ വാക്കുകളിൽ കാണാം, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെയൊക്കെ നിങ്ങളെ ഉമ്മ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ടാ അല്ലേ? ജനിച്ച ഉടനെ ആശുപത്രിയിൽ നിന്നും കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരും വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാം. പുറത്തു നിൽക്കുന്ന കുടുംബക്കാര് ചോദിക്കുമ്പോ ചില നഴ്സുമാരൊക്കെ പറയും ഡെലിവറി കഴിഞ്ഞു, കുട്ടി മിണ്ടുന്നില്ല. ഉടനെ തന്നെ കുടുംബക്കാരുടെ മുഖത്തൊക്കെ സങ്കടം വരും. നിമിഷ നേരം കൊണ്ട് ആ കുട്ടി ആർത്ത് കരയുമ്പോ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, ആ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ നമ്മളെ കുടുംബക്കാരൊക്കെ. നമ്മളെ കരച്ചിൽ കണ്ട് കുടുംബക്കാര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജനിച്ച അന്ന എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ, നീ തുറന്ന നിന്റെ കണ്ണുകൾ മറ്റൊരാൾ അടയ്ക്കുന്നൊരു ദിനം വരും. നിന്റെ തുറന്നുപോയ വായ മറ്റൊരാൾ കൂട്ടിക്കെട്ടുന്നൊരു ദിനം വരും. നീ ധരിച്ച നിന്റെ വസ്ത്രത്തിന്റെ കുടുക്കുകൾ പോലും മറ്റൊരാൾ അയക്കുന്നൊരു ദിനം വരും. നീ കുളിച്ച നിന്റെ ഒറ്റക്കുള്ള കുളിക്ക് പകരം മറ്റൊരാൾ നിന്നെ കുളിപ്പിക്കുന്നൊരു ദിനം വരും. അന്ന് നിനക്ക് നിന്റെ സൃഷ്ടാവിന്റെ അടുത്തേക്ക് മനസ്സമാധാനത്തോടെ പുഞ്ചിരിച്ചു പോകണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ, അന്ന് നിനക്ക് നിന്റെ കുടുംബക്കാരുടെ കരച്ചിലിന്റെ നടുവിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, നിനക്ക് നീ അധ്വാനിക്കണം. നിന്റെ ഖബറിനെ പറ്റി നീ ചിന്തിക്കണം. റബ്ബിന്റെ തീരുമാനം ഏത് നിമിഷവും നമ്മളെ നേരെ വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാ ഇക്കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടയിൽ കേരളത്തിൽ നടന്ന മരണങ്ങൾ. 5 വർഷക്കാലത്തോളം പ്രവാസിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ 5 കൊല്ലങ്ങൾക്ക് ശേഷം നാട്ടിലുള്ള ഭാര്യയെ, 2 മക്കളെ, വൃദ്ധരായ മാതാപിതാക്കളെ കാണാൻ വേണ്ടി കരിപ്പൂരിലേക്ക് വിമാനം കയറുക. റൂമിലുള്ള കൂട്ടുകാരൊക്കെ പെട്ടി കെട്ടിക്കൊടുത്തു. നാട്ടിലേക്ക് അവൻ വിളിച്ച് ഫോണിൽ പറഞ്ഞു, എല്ലാവരും വാപ്പയും ഒരു വാഹനം വിളിച്ച് പെണ്ണിനെയും കൂട്ടി കരിപ്പൂരിൽ ഇന്നെ കൊണ്ടുപോകാൻ വരണം എന്നോ ഒരു വാക്കും പറഞ്ഞു. വിമാനം കരിപ്പൂര് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പം ഇരുന്ന ഇരിപ്പിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് അവൻ തൊട്ടടുത്തുള്ള ആളോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയില്ലേ? എത്തി എന്ന് അവര് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് പിന്നിലേക്ക് ചാരിക്കടന്നു.
മിനിറ്റുകൾക്കപ്പുറം ആ വിമാനത്തിലുള്ള 147 യാത്രക്കാരും പുറത്തേക്ക് പോയി. പുറത്തേക്ക് വരുന്ന ഓരോരുത്തരെയും പുറത്ത് കാത്തു നിൽക്കുന്ന ഈ കുടുംബം പ്രതീക്ഷയോടെ നോക്കി. പെട്ടിയുന്തി വരുന്ന ഓരോ മുഖങ്ങളിലും മാറി മാറി നോക്കിയിട്ടും തന്റെ മകൻ ആ കൂട്ടത്തിലില്ല എന്നറിയുന്ന സമയത്ത് വാപ്പയും ആ കുടുംബവും വല്ലാതെ പുറത്തുനിന്ന് വെപ്രാളപ്പെട്ട് സങ്കടപ്പെടുന്നത് കണ്ടപ്പോ അവിടെയുള്ള കുറച്ച് ഡ്രൈവർമാര് കാരന്വേഷിച്ചു. എയർപോർട്ടിലെ അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു, പെട്ടെന്നൊന്ന് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിക്ക് പോണം. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിന്റെ മുൻപിൽ, ഐസിയുവിന്റെ മുൻപിൽ നല്ലൊരു ജീൻസും ഒരു കള്ളിക്കുപ്പായോട്ട് സ്ട്രെച്ചറിൽ കിടക്കുന്ന ഒരു മയ്യത്തിന്റെ മുഖത്തു നിന്ന് തുണി മാറ്റിയിട്ട് ഡോക്ടർമാര് ചോദിച്ചു, ഇതാണോ നിങ്ങളെ മോൻ? ആ മകന്റെ മയ്യത്ത് വാരിപ്പിടിച്ച് ആ ബാപ്പ ചോദിച്ച ചോദ്യം ഇന്നും അവിടെയുള്ള ഡ്രൈവർമാര് സങ്കടത്തോടെ പറയും, എന്തിനാ പടച്ചോനെങ്ങിന്റെ മോനെ കൊണ്ടുപോയത്? എന്തിനാ റബ്ബെങ്ങി ആ മക്കളെ യത്തീം മക്കളാക്കിയ? എന്തിനാ പടച്ചോനെങ്ങി ആ കുട്ടീനെ വിധവയാക്കിയ? മരുന്നുകൊണ്ടും ഗുണല്ലാണ്ടും ജീവിക്കുന്ന ഞാനോ ഓളോ ഞങ്ങളിൽ ഒരാളെ കൊണ്ടുപോയാ പോരായിരുന്നു റബ്ബേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തെ പോലെ നമ്മളെയൊക്കെ പടച്ചോൻ കൊണ്ടുപോകും, യാതൊരു സംശയവും വേണ്ട. ഒന്നാടുത്തു നോക്കൂ. വെള്ളിയാഴ്ച ദിവസം നേരം പുലർച്ചയ്ക്ക് 5:30 മണിക്കും 6 മണിക്കും ഇടയിൽ പെരിന്തൽമണ്ണയിലൂടെ ഒരു വാന് അങ്ങ് ദൂരെയുള്ള വയല ഭാഗത്തേക്ക് പുറപ്പെട്ടു. വാൽപ്പാറ ഭാഗത്തേക്ക് പുറപ്പെട്ട ആ ടെമ്പോ ട്രാവലറിൽ ജീവിച്ചിരിക്കുന്ന പല കുടുംബത്തിലെയും അംഗങ്ങളാണ്. ഇന്ന് നേരം വെളുത്തപ്പം അതേ പെരിന്തൽമണ്ണയിലൂടെ വീണ്ടും വാഹനം വന്നു. പോയ 13 പേരും ഒരു ടെമ്പോയിലാണെങ്കിൽ തിരിച്ചു വന്ന 9 പേർക്ക് വേണ്ടിയിട്ട് 9 ആംബുലൻസുകളാ. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. വന്നത് മണ്ണിൽ നിന്നാണെങ്കിൽ അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ തിരിച്ചു പോകുന്ന ഒരു ദിനം റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിലേക്ക് ഓരോ സെക്കൻഡും അടുത്തുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ഒരിക്കൽ മദീന പള്ളിയിൽ ഒറ്റക്കിരുന്ന് കരയുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അരികിൽ ചെന്ന് സ്വഹാബാക്കൾ ചോദിച്ചു, ഉമർ, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചെന്തോന്ന് പറയാൻ തുടങ്ങി. സങ്കടം കൊണ്ട് വിതുമ്പിപ്പോയ ഉമറിനോട് വീണ്ടും അവർ ചോദിച്ചു, പറ ഉമറെ, എന്താ താങ്കൾക്ക് ഇത്ര കണ്ണീര് വരാനുള്ള കാരണം? ആ മറുപടി പറയുന്നതിന്റെ മുൻപ് ആരാ ഉമർ എന്ന് നമ്മൾ അറിയണം. ഇസ്ലാമിക ഭരണം ഏറ്റെടുത്ത അന്ന് മുതൽ വേഷം മാറി മക്കയുടെയും മദീനയുടെയും തെരുവോരങ്ങളിൽ പട്ടിണി കിടക്കുന്ന സാധുക്കളുടെ വിശപ്പകറ്റാൻ വേണ്ടി ഗോതമ്പ് ചാക്ക് തോളിലെടുത്ത് പാവപ്പെട്ടവന്റെ കുടിലുകളിൽ കൊണ്ടിട്ടേച്ചു പോന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, യൂഫ്രട്ടീസ് നദിയുടെ തീരത്തൊരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്തുത്തരം പറയുമെന്ന് ചോദിച്ച് മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഹൃദയം പൊട്ടിക്കരഞ്ഞ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്റെ ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് വന്നാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ പഠിക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചിട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം അള്ളാഹു ഒരു പ്രവാചകനെ തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ ഉദിന ഉമർ, ഉമറിന്റെ പേരെ ഞാൻ നിശ്ചയിക്കൂ എന്ന് ലോകത്തിന്റെ റസൂലുള്ളയെ കൊണ്ട് പറയിപ്പിച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ജാതീയതയും വർഗീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീഴ്ജാതിയും തിങ്ങി നിറക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് മനുഷ്യനെ ഏകോപിപ്പിച്ച് ഭരിക്കാൻ ഒരു ഭരണം വേണമെങ്കിൽ അത് ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ കൊണ്ട് പോലും പറയിപ്പിച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് കണ്ണുനീരോടെ തിരിച്ച് സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, എനിക്ക് പേടി തോന്നുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം ഉമറിന് റബ്ബ് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു. എങ്ങനെ? റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം ഉമറിന് അള്ളാഹു തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ഏത് സെക്കൻഡും മരണം നിങ്ങളെയും തേടിയെത്തും. ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആ 2 ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവുമല്ലാതെ നമുക്കെന്ന് പറയാൻ ഈ ലോകത്ത് മറ്റൊന്നും നമ്മളെ കയ്യിലില്ല. ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് 6 കാലുള്ള കട്ടിലിൽ കയറി
നിക്ഷയിക്കപ്പെട്ട 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് ലോകത്തുള്ള സർവ്വ മനുഷ്യരും നമുക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് യാത്രയാക്കുമ്പോ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കയറി ചെന്ന് അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു നല്ല വിശ്വാസം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല സ്വഭാവം, ഇതിലേത് ചോദ്യത്തിനാ പടച്ചവനോട് നമ്മൾ ഉത്തരം പറയാ? പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വലിയ അബദ്ധങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വർഗീയത കൊടികുത്തി വാഴുമ്പോ മറുഭാഗത്ത് ലഹരി എന്ന മഹാവിപത്ത് കേരളത്തിന്റെ ഓരോ കുടുംബങ്ങളിലേക്കും കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ മാസത്തിലെ സെൻസസിന്റെ കണക്കനുസരിച്ച് ഓരോ 3 മണിക്കൂറിലും കേരളത്തിൽ ഒരു പുതിയ കുടിയനുണ്ടാകുന്നു, ലഹരിക്ക് ഉപയോഗത്തിന്റെ അടിമപ്പെട്ടവരുണ്ടാകുന്നു എന്ന ഒരു കണ്ടെത്തൽ നമ്മയൊക്കെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാ. കാരണം അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ മനസ്സുകളിലേക്ക് ലിബറൽ ചിന്താഗതികളും നിരീശ്വരവാദവും യുക്തിവാദവും കുത്തിവെച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കൊത്തുന്ന മുണ്ടുകളും മൂക്കിനടിയിലേക്ക് തിരികലും നാവിന്റെ അടിയിൽ തിരികെ വെക്കലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തമാണെന്ന് ഇന്നത്തെ മീഡിയകൾ മക്കളെ പഠിപ്പിച്ചപ്പോ സ്വന്തം പിതാവിന്റെ തലയറുക്കുന്ന, മാതാവിനെ അങ്ങേയറ്റം ക്രൂരമായി പീഡിപ്പിക്കുന്ന, വല്യുപ്പയുടെ തലയറുത്ത് തീന്മേശയ്ക്ക് മുകളിൽ വെക്കുന്ന, നാടിനും കൂടിനും കുടുംബത്തിനും ഭാരമായി കൊണ്ടിരിക്കുന്ന അനവധി മക്കളെ ഇന്ന് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പോലും അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകനെ അതേ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് അസഭ്യം പറയുന്ന കാലഘട്ടം. പേനക്കത്തി കൊണ്ട് ചിത്രം വരയ്ക്ക് പാവപ്പെട്ട സുഹൃത്തിന്റെ സഹോദരന്റെ മാറിടത്തിൽ ചിത്രം വരച്ച് ചീറ്റിത്തെറിക്കുന്ന ചുടുരക്തം കണ്ട് ആനന്ദ നൃത്തമാടുന്ന കലാലയ ക്യാമ്പസുകൾ, പഠിക്കാൻ വരുന്ന മക്കളുടെ ജീവിതത്തിന്റെയൊക്കെ സങ്കടങ്ങൾ വരുത്താൻ റാഗിംഗ് എന്ന ഓമന പേരിട്ട് പഠിക്കാൻ വന്ന മക്കളുടെ തല പിടിച്ച് ക്ലോസറ്റിൽ, മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റിൽ പിടിച്ചു താഴ്ത്തി ശ്വാസം മുട്ടിച്ചു കൊന്ന ക്യാമ്പസുകളുടെ ചരിത്രമാണ് ഇന്ന് ഈ കേരളത്തിന്റെ മണ്ണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തെരുവോരങ്ങളിലും വീടിന്റെ മുക്കമൂലകളിലും നാടിന്റെ പല ഭാഗത്തും കാലിലഴഞ്ഞു നീങ്ങുന്ന നാൽക്കാലികളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ കുടിച്ചും കുത്താടിയും ലഹരി കുത്തിവെച്ചും ബ്രൗൺ ഷുഗറിനും പെത്തടിനും അതിനേക്കാൾ ഇംഗ്ലീഷ് പേരുകളുള്ള പലതിനും അടിമപ്പെട്ട് ജീവിക്കുന്ന ലക്ഷ്യബോധമില്ലാത്തൊരു തലമുറയെ ഇന്ന് ലിബറലുകൾ ഈ കേരളത്തിൽ വാർത്തെടുത്തു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാ. അതിനേക്കാൾ ഏറെ ഒരു ഭാഗത്ത് ആൺമക്കളെ നശിപ്പിക്കുമ്പോ മറുഭാഗത്ത് പെൺമക്കളെയും അവര് ലക്ഷ്യം വെച്ചു തുടങ്ങി. അതിന്റെ സങ്കടങ്ങളാണ് ഇന്ന് പല കുടുംബത്തിലും പെൺമക്കൾക്ക് കല്യാണം വേണ്ട. 23, 25, 28 വയസ്സായിട്ടും വിവാഹം എന്ന സ്വപ്നത്തിലേക്ക് മാതാപിതാക്കൾ ക്ഷണിച്ചാലും ആ മക്കൾ വിവാഹത്തിന് തയ്യാറാവുന്നില്ല. കാരണം ഏതോ സുപ്രസിദ്ധരും കുപ്രസിദ്ധരുമായ ആരൊക്കെയോ ജീവിതം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ജീവിതത്തെ തെരഞ്ഞു പിടിച്ചെടുത്ത് മീഡിയകൾക്ക് മുൻപിലൂടെ അവതരിപ്പിച്ച് ആളുകളെ വിവാഹബന്ധത്തിൽ നിന്നും അകറ്റാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മീഡിയകളും ലിബറലുകളും ഇന്ന് പെൺമക്കളെ സ്വാധീനിക്കാൻ തുടങ്ങി. ഇങ്ങനെ കുടുംബത്തിന്റെ അടിവേരുകളിലേക്ക് മാരകമായ ഫിത്നയുടെയും കുതന്ത്രത്തിന്റെയും വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ മക്കളെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നാളെ റബ്ബിന്റെ മുൻപിൽ എന്തു മറുപടിയുണ്ട് എന്ന് ഓരോ രക്ഷിതാക്കളും ചിന്തിക്കുക അനിവാര്യമായ കാലഘട്ടമാണ്. കാരണം റബ്ബ് നമുക്ക് തന്ന നിഅമത്താണ് നമ്മളുടെ മക്കൾ. ലോകത്ത് റബ്ബ് നമുക്ക് നൽകുന്ന ജീവിതത്തിന്റെ അർത്ഥമാണ് നമ്മളുടെ മക്കൾ. ആ മക്കളെ കുറിച്ച് നാളെ റബ്ബ് ചോദിക്കുമെന്നത് അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച വാക്കാണ്. മദീന പള്ളിയിൽ നബി തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ ഒരായത്തോതുന്ന സമയത്ത് എന്നും സഹാബാക്കൾ ബോധം കെട്ടുകയും നമസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞ് പിൻഭാഗത്ത് ബോധം കെട്ടുകിടക്കുന്ന സ്വഹാബത്തിന്റെ അരികിൽ ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം തെളിക്കും. വെപ്രാളപ്പെട്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന സഹാബാക്കളോട് റസൂലുള്ള ചോദിക്കും, സഹാബത്തെ എന്തെങ്കിലും കഴിച്ചിട്ടല്ലേ നിങ്ങൾ നിസ്കരിക്കാൻ വരണ്ടേ? പട്ടിണി കൊണ്ടാണോ സഹാബത്തെ നിങ്ങൾ ബോധം കെട്ടത്? അതിന്റെ മറുപടിയായി അവര് തിരിച്ചു പറഞ്ഞു, അല്ല റസൂലേ, ഞങ്ങളുടെ പട്ടിണിയെ അതിജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ വയറ്റത്ത് ഞങ്ങൾ പാറക്കല്ലുകൾ കെട്ടിവെച്ചിട്ടുണ്ട് എന്ന്
സ്വന്തം മേൽമുണ്ട് പൊക്കി കാണിച്ച് തന്റെ വയറ്റത്ത് കെട്ടിവെച്ചിട്ടുള്ള പരന്ന പാറക്കല്ലുകൾ ലോകത്തിന്റെ പ്രവാചകന് കാണിച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞു, റസൂലേ, സുജൂദിലേക്ക് പോകുമ്പം വീണു പോകാതിരിക്കാൻ, റുകൂഇലേക്ക് പോകുമ്പം തളർന്നു പോകാതിരിക്കാൻ ഈ പാറക്കല്ല് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് നബിയെ എന്നവര് പ്രവാചകനോട് തിരിച്ചു പറഞ്ഞു. വീണ്ടും റസൂല് ചോദിച്ചു, സഹാബത്തെ, പിന്നെന്തുകൊണ്ടാ നിങ്ങൾ ബോധം കെടാനുള്ള കാരണം? അവര് തിരിച്ചു പറഞ്ഞ മറുപടി, നബിയെ, നിങ്ങൾ ഓതുന്ന ആയത്ത് കേട്ടപ്പോ, നിങ്ങൾ പാരായണം നടത്തുന്ന ഖുർആനിക വചനം കേട്ടപ്പോ ഹൃദയങ്ങളുടെ ചലനം നിലയ്ക്കുന്നത് പോലെ തോന്നി, കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നത് പോലെ തോന്നി, ചുണ്ടുകൾ വിതുമ്പുന്നത് പോലെ തോന്നി. ലോകത്തിന്റെ പ്രവാചകൻ വീണ്ടും ചോദിച്ചു, സഹാബത്തെ, ഏതായത്താ നിങ്ങളെ കണ്ണീരലാക്കിയത്? ഏതായത്താ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് ഓതിക്കൊടുത്ത ആയത്ത് ഇതായിരുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഹിലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്നുവരെ ഒരു ജാറത്തിങ്കലും പോയി പ്രാർത്ഥിക്കാത്തവരെ, ഒരു മഖ്ബറയും മൂടാത്തവരെ, മന്ത്രിച്ചൂതുന്ന ഏലസിന് കാത്തു നിൽക്കാത്തവരെ, മുടിയിട്ട വെള്ളത്തിന് 10,000 ചെലവാക്കാത്തവരെ, ഇസ്ലാമിന്റെ പേരിൽ കെട്ടിച്ചമക്കപ്പെടാത്ത അന്ധവിശ്വാസങ്ങളും ബിദ്അത്തുകളും ചെയ്യാത്തവരെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ അല്ലാഹുവിന്റെ നരകാഗ്നിയിൽ നിന്നും കാത്തുകൊള്ളണം. നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോ ലോകത്തിന്റെ സിട്ടാവിന്റെ മുൻപിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, നമ്മളെ ജീവിതത്തിൽ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത കാര്യത്തെക്കുറിച്ച്. അൽഹംദുലില്ലാഹ്, ഇന്ന് പല രക്ഷിതാക്കൾക്കും ആ മറുപടി പറയാൻ സാധിക്കും. കാരണം വാപ്പ ജമാഅത്തിന് പള്ളിയിലുണ്ട്, ഉമ്മ ഖുർആൻ ക്ലാസ്സിന് പള്ളിയിലുണ്ട്, ഉമ്മ ഖുർആൻ ഓതുന്നുണ്ട്, വാപ്പ ഖുർആൻ ഓതുന്നുണ്ട്, അള്ളാന്റെ ദീനിനു വേണ്ടി രക്ഷിതാക്കൾ പണിയെടുക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ആയത്തിലൂടെ റബ്ബ് ചോദിച്ചൊരു ചോദ്യം, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെപ്പോലെ, വഅഹ്ലീകും നാറാ, നിങ്ങളെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. ഞാൻ പള്ളിക്ക് പോകാറുണ്ട്, മക്കളെവിടെ? 2ഉം 3ഉമായിട്ട് റബ്ബ് തന്ന മക്കളെവിടെ? ഞാൻ ഖുർആൻ ഓതാറുണ്ട്, മക്കളെവിടെ? ഞാൻ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട്, മക്കളെവിടെ? ഞാൻ പർദ്ദ ധരിക്കാറുണ്ട്, മാന്യമായി വസ്ത്രം ധരിക്കാതെ ഞാൻ ഒരു കല്യാണത്തിനും പുറത്തേക്ക് ഇറങ്ങാറില്ല, മക്കളെവിടെ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണമേ. കാരണം വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന, ലോകത്തൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കാത്ത ഘോരാന്ധകാരത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിങ്ങൾ പതിക്കേണ്ടി വരും. അലൈഹാ മലായികത്തുൻ ഹിലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. നേരത്തെ സ്റ്റേജിൽ നിന്ന് ആയത്തിന്റെ പിൻഭാഗങ്ങളിൽ കൃത്യമായ പാരായണം നടത്തി അതിന്റെ മേൽഭാഗവും താഴ്ഭാഗവും ഉസ്താദ് ചോദിക്കുന്നതിനനുസരിച്ച് ഓതിക്കൊടുക്കുന്ന സമയത്ത് ഈ ഇരിക്കുന്ന പല രക്ഷിതാക്കളുടെയും രോമാഞ്ചമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ശ്രോതാവെന്ന നിലയിൽ എനിക്കും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ ഇരിക്കുന്ന ഇതേ ഇരുത്തം പോലെ ബാപ്പയെയും ഉമ്മയെയും ഒരിക്കൽ കൂടി പടച്ചറബ് പരലോകത്ത് കൊണ്ടുവരും. ആ രംഗത്തെ കുറിച്ച് അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തുന്ന വചനമുണ്ട്, യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി. എന്റെ രക്ഷിതാക്കളെ, നിങ്ങൾ തമ്മിൽ കാണും, വാപ്പാര് മരിച്ചുപോയ മക്കളും മക്കള് മരിച്ചുപോയ വാപ്പാരും ആശങ്കപ്പെടല്ലേ, ഒരിക്കൽ കൂടി പടച്ചോൻ നിങ്ങളെ മുഖാമുഖം കാണിച്ചു തരും. അന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ തീരുമാനത്തിലായിരിക്കും, അന്ന് സൂര്യൻ ഒരു ചാണ് മുകളിലായിരിക്കും, അന്ന് നിങ്ങൾ നഗ്നരായിരിക്കും, അന്ന് നിങ്ങൾ നരകം കാണിക്കപ്പെടും, അന്ന് നിങ്ങൾക്ക് സ്വർഗം കാണിക്കപ്പെടും. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ എന്ന് പഠിപ്പിക്കപ്പെട്ട ഹശർ എന്ന മൈതാനിയിൽ വാപ്പയും മക്കളും ഒരുമിച്ച് നിൽക്കും. അന്ന് അവര് റബ്ബിനോട് പറയും, നാദാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി. ഈ ദിവസത്തിന്റെ ഭയാനകതയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, എനിക്ക് നീ രക്ഷ നൽകുകയാണെങ്കിൽ, ബിബനി, എന്റെ മക്കളെ ഞാൻ നിനക്ക് തരും. തേനും പാലും കൊടുത്ത് ഞാൻ വളർത്തിയ മക്കൾ,
കണ്ണു നിറയാതെ ഞാൻ കൊണ്ടു നടന്ന മക്കൾ, ആവശ്യങ്ങൾ ഓരോന്നും തേടിപ്പിടിച്ച് പൂർത്തീകരിച്ചു കൊടുത്ത മക്കൾ, എനിക്ക് കിട്ടാത്ത പലതും ഞാൻ കൊടുത്തു വളർത്തിയ എന്റെ മക്കളാണ് റബ്ബേ ഈ നിൽക്കുന്ന 4-5 അതുകൊണ്ട് ബിബനി, മക്കളെ നീ എടുത്തോ, എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി. അത് റബ്ബിന് വേണ്ട എന്ന് റബ്ബ് തിരിച്ചു പറയുമ്പം രണ്ടാമത് വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വസ്വാഹിബതിഹി, എന്റെ കൂടെ കൂടിയ പെണ്ണാണ് റബ്ബേ ഇവൾ, എന്റെ കൂടെ കൂടിയ ആണാണ് റബ്ബേ അയാൾ. എന്റെ 19ാമത്തെ വയസ്സിൽ വിവാഹം എന്ന സ്വപ്ന ലോകത്തേക്ക് ഞാൻ പ്രവേശിക്കുമ്പോ നാഥന്റെ സ്വർഗം ആഗ്രഹിച്ച് ഒരു ദാമ്പത്യം സ്വപ്നം കണ്ട് എന്റെ ജീവിതത്തിലേക്ക് വന്ന എന്റെ തുണയായ എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് റബ്ബേ അയാൾ, എന്റെ ഭാര്യയാണ് റബ്ബേ അവൾ. അതുകൊണ്ട് നാഥ, അവളെ പകരമെടുത്ത് എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണം. അതും റബ്ബിന് വേണ്ടാന്ന് തോന്നുമ്പം വീണ്ടും ചിരിച്ചു ചോദിക്കും, വഅഖീ, എന്റെ കുടുംബം, എന്റെ രക്തം, എന്റെ കാർന്നോര്, എന്റെ അനിയന്, എന്റെ കുടുംബമുണ്ട് റബ്ബേ. ആര് വേണമെന്ന് പറഞ്ഞാലും നിനക്ക് ഞാൻ പകരം തരും നാഥ. അതും റബ്ബിന് വേണ്ടെന്ന് പറയുമ്പം വീണ്ടും കണ്ണുനീരോടെ ചോദിക്കും, ഈ ഭൂലോകത്ത് എനിക്ക് തന്നതിൽ നിന്ന് എന്ത് ഞാൻ തിരിച്ചു തന്നാലാണ് റബ്ബേ എന്റെ ഖബറ്, എന്റെ ആഹറം, എന്റെ നരകം നീ എനിക്കൊന്ന് മാറ്റിത്തരിക എന്നവൻ കണ്ണുനീരോടെ ചോദിക്കുമ്പോ അള്ളാഹു തിരിച്ചു പറയും, കല്ലാ ഇന്നഹാ ലളാ, മിണ്ടരുതടോ മിണ്ടരുത്, കാരണം നിന്റെ പരിധി അവസാനിച്ചിരിക്കുന്നു, നിന്റെ സമയം തീർന്നിരിക്കുന്നു. അതോടുകൂടി കണ്ണുനീരോടെ നാഥന്റെ മുൻപിൽ അപമാനിക്കപ്പെട്ടൊരവസ്ഥ ആ രക്ഷിതാക്കൾക്കും മക്കൾക്കും അള്ളാന്റെ കോടതിയിൽ അനുഭവിക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥ നമ്മളെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് വന്നാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രയായിരിക്കും? ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി, നിങ്ങളെ മോനത്ര ശരിയല്ല, നിങ്ങളെ മോളത്ര ശരിയല്ല, കുട്ടിന്റെ പോക്കത്ര ശരിയല്ല, ബസ് കയറലും ക്ലീനറോട് വർത്താനം പറയുന്നൊന്നും അത്ര സുഖം കാണുന്നില്ല എന്നൊരാള് പറയുമ്പോഴേക്കും നമുക്കത് വല്ലാതെ മാനസികമായ വെപ്രാളുണ്ടാക്കും. ഒന്ന്, നമ്മളെ മക്കള് പേച്ചുപോയോ എന്നുള്ള ബേജാറ്. 2, ഇതാരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടല്ലേ എന്നുള്ള ബേജാറ്. ഇത് രണ്ടും ഈ ദുനിയാവിൽ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ എത്രത്തോളം നമ്മൾ ഓരോരുത്തരും സങ്കടപ്പെടേണ്ടി വരും എന്നോരോ രക്ഷിതാക്കളും സ്വന്തം കുടുംബത്തെ കുറിച്ച് ചിന്തിക്കണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളെ കുടുംബത്തിലേക്ക് നമ്മളൊന്ന് ഗൗരവത്തോടെ നമ്മളെ ജീവിതത്തിന്റെ ചിട്ടകളുമായി ഇറങ്ങിയാൽ റബ്ബ് തരും നമ്മൾ ആഗ്രഹിക്കുന്ന മക്കളെ. നമ്മളെ നിയ്യത്ത് നന്നാവണം. ഞാൻ പറയാറുണ്ട്, ഇങ്ങനെയൊരു ദാറുൽ ഫുർഖാനിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുമ്പോ 2000-ൽ എന്റെ വാപ്പയും എന്റെ ജീവിതത്തിൽ എടുത്തൊരു തീരുമാനം കൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കണേ. അന്ന് SSLC വിദ്യാഭ്യാസം കഴിഞ്ഞ് നാട്ടിൽ ചെറിയ പണിക്കും സിമന്റും കട്ടന്റെ പണിക്കും അതേപോലെയുള്ള ചില കാര്യങ്ങൾക്കൊക്കെ പോകും. ഇടയ്ക്ക് ചിലപ്പോ കോളേജിലും ഒന്ന് പോകും. അന്ന് ആ നിലക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ആരോ ഒരാള് ബസ് കണ്ടക്ടറായ വാപ്പനോട് എടവണ്ണ അറബിക് കോളേജിനെ പറ്റി സംസാരിക്കുന്നു. അന്ന് പിറ്റേന്ന് നേരം വെളുത്തപ്പൻ ലീവ് എടുത്ത് വീട്ടിൽ വന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു ബാഗിൽ വെച്ചെന്നിട്ട് പറഞ്ഞു, ഒരു സ്ഥലം വരെ പോണം. എവിടേക്കാന്ന് പോലും അറിഞ്ഞൂടാത്ത ഞാൻ കൂടെ ചെന്നു. എടവണ്ണ ജാമിയ നദിവേലി ചേർത്തു. 134ാമത്തെ അഡ്മിഷനായിട്ട് ആ അറബിക് കോളേജിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഞാൻ ഇപ്പോഴും പറയാറുണ്ട് എന്റെ അനുഭവത്തില്. ആദ്യം കയറി ചെന്നപ്പോ അവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിനോട് ചോദിച്ചു, മാഹുവ തൗഹീദ്. ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാധനം കേട്ടിട്ട് തന്നെയല്ല. മാഹുവ തൗഹീദ് എന്ന് കേട്ടപ്പോ ഞാൻ ആകെ വെപ്രാളപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പഠിച്ചു എന്താണ് തൗഹീദ് എന്ന്, എന്താണ് റിസാലത്ത് എന്ന്, എന്താണ് നുബുവത്ത് എന്ന്, എന്താണ് തൗഹീദുൽ ഉലൂഹിയ്യാന്ന്, എന്താ തൗഹീദുർ റുബൂബിയ്യാന്ന്, എന്താ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന്. ഇന്ന് 20-25 വർഷങ്ങൾക്കിപ്പുറം ഇത്രയും മനുഷ്യർക്ക് മുൻപിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കുറപ്പാ, എന്റെ ജീവിതത്തിൽ എന്റെ മാതാപിതാക്കൾ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം അന്ന് അറബിക് കോളേജ് കൊണ്ടുവച്ച് ചേർക്കുക എന്നുള്ളതായിരുന്നു. അന്ന് അറബിക് കോളേജിൽ ചേർക്കാൻ പോയി തിരിച്ച് മാസത്തിലൊരിക്കൽ നാട്ടിൽ വരുമ്പോ എന്നോട് എന്റെ നാട്ടിൽപ്പെട്ട ചിലര് ചോദിച്ച ചോദ്യം എപ്പോഴും എന്റെ ചെവിയിലുണ്ട്, ഈ മൊയ്ലിയാരാവാൻ പഠിക്കുക, എനിക്ക് വേറൊന്നും പഠിക്കാനില്ലേ എന്ന് ചോദിച്ച ചോദ്യം ഇന്നും നെഞ്ചിനുള്ളിലുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്റെ മാതാപിതാക്കൾ എടുത്ത ആ തീരുമാനത്തിൽ ഇന്നും ഓരോ വക്തിനും ഓരോ പ്രസംഗത്തിലും എന്റെ ഹൃദയം തൊട്ട് ഞാൻ പറയുന്നുണ്ട്, നാഥാ എന്നേക്കാൾ കൂലി എന്റെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇങ്ങി കൊടുക്കണേ റബ്ബേ എന്ന്.
അതുകൊണ്ട് തന്നെ നമ്മളെ കുടുംബത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കണം. വേണ്ടപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് ഗൗരവത്തോടെ നമ്മൾ ആ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഒരിക്കൽ മഹാനായ ഉമറിന്റെ അരികിൽ വന്നിട്ട് ഒരു സ്വഹാബി പറഞ്ഞു, ഉമറെ, എന്റെ കുട്ടി പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, എന്ത് ചോദിച്ചാലും പറഞ്ഞാലും കുട്ടിക്ക് തർക്കുത്തരാ, അതുകൊണ്ട് നിങ്ങളൊന്ന് എന്റെ കുട്ടീനെ ഒന്ന് ഉപദേശിക്കണം. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ ആളയച്ചു വരുത്തി. മദീനത്തെ പള്ളിയുടെ മുറ്റത്തിരുന്ന് ആ കുട്ടിക്ക് കുറെ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഉമ്മനെയും ബാപ്പനെയും അനുസരിക്കണം, അവര് പറയുന്നൊക്കെ കേൾക്കണം, അവരോട് നല്ല നിലക്ക് പെരുമാറണം. ഇതൊക്കെ കേട്ട് ആ കുട്ടീനോട് ഉമർ ചോദിച്ചു, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കുട്ടി പറഞ്ഞു, മനസ്സിലായി ഉമറെ. ശരി, എങ്കിൽ അതുപോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ആ കുട്ടി എഴുന്നേറ്റ് സലാം പറഞ്ഞു, 2 അടി നടന്നു. നടന്ന കുട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, ഉമർ, എനിക്ക് അങ്ങയോടൊരു തിരിച്ചു ചോദ്യമുണ്ട്. മദീന പള്ളിയിൽ കൂടിയിരിക്കുന്ന സഹാബാക്കളൊക്കെ അങ്ങനെ അമ്പരന്ന് നിൽക്കുക. കാരണം ഉമറിന്റെ നേരെ നോക്കിയിട്ട്, ഉമറെ, എനിക്ക് നിങ്ങളോടൊരു തിരിച്ചു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറയുന്നത് അന്ന് സഹാബാക്കൾക്ക് പോലും അത്ഭുതമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ സംസാരിക്കാൻ അത്രയും മനക്കെട്ടുള്ളവനെ സാധിക്കായിരുന്നു. അതുകൊണ്ടാ ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞതും, ഇസ്ലാമിന്റെ വാതിലാണ് ആ ഉമർ. ഉമർ തകർക്കപ്പെടുന്നതോടുകൂടി ഇസ്ലാം നശിച്ചു തുടങ്ങുന്നു. സത്യ ചരിത്രം പഠിച്ച ഒരു മനുഷ്യൻ അത് നിഷേധിക്കാൻ പറ്റൂല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വേഷം മാറി ഇസ്ലാമിലേക്ക് കയറിക്കൂടിയ ഖവാരിജികളുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന ഇന്നത്തെ ഷിയ വിഭാഗത്തിൽപ്പെട്ട അന്നത്തെ ജൂതന്മാരുടെ വേഷം മാറി വന്ന ആ കള്ള ജൂതൻ ഉമറിനെ കൊന്നതോടുകൂടിയ ഇസ്ലാമിക ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത്. നബി തങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ ഫിത്നത്തു മിൻഹാ, ഫിത്തിന വരുന്നതും ഉമറിന്റെ ആ ഭാഗത്ത് ഉമർ തകർക്കപ്പെടുന്നതോടുകൂടിയായിരിക്കും. അത് വേറൊരു വിഷയ. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ച, കുറെ ചരിത്രം പഠിച്ചാലുണ്ടല്ലോ, ഇസ്ലാമിനെ വാരിപ്പൊണരാനല്ല, ഇസ്ലാമിനെ ജീവിതത്തിലേക്ക് നെഞ്ചിപ്പെട്ടി പിടിച്ച് കടന്നോർക്കാൻ തോന്നും. അത്രക്ക് മനോഹര ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങൾ പോലും ആ കാലഘട്ടത്തിൽ അള്ളാന്റെ നബിത്തങ്ങൾ വിശദീകരിച്ച്. ആ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പം കുട്ടീനോട് ചോദിച്ചു, പറമോനെ, എന്താ എനക്കുള്ള ചോദ്യം? ഉടനെ ആ കുട്ടി ചോദിച്ചു, ഉമറെ, മാതാപിതാക്കളോട് ചെയ്യേണ്ടതിനെ പറ്റി താങ്കൾ മഹത്വത്തോടെ സംസാരിച്ചു. ഇസ്ലാമിൽ മാതാപിതാക്കളോട് ചെയ്യേണ്ടതേ ഉള്ളൂ, അള്ളാന്റെ പ്രവാചകൻ മക്കളോട് ചെയ്യേണ്ടതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? ഉമറിന്റെ കണ്ണിങ്ങനെ നിറയാൻ തുടങ്ങി. സഹാബാക്കൾ ഇങ്ങനെ അമ്പരന്ന്, ഉമർ എന്താ ചെയ്യുന്നതെന്നറിയാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് പറയും, ഉണ്ട് മോനെ, മക്കളോടും രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ട്. എങ്കിൽ പറ ഉമർ, എന്താണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ? ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിളിച്ച് മുന്നിലിരുത്തിയിട്ട് പറയും, ഒന്നാമത്തെ കടമ, ആ കുട്ടിക്ക് നല്ലൊരു വാപ്പനെ കൊടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഉമ്മയെ കൊടുക്കണം. അത് വാപ്പന്റെ കടമയാണ് നല്ലൊരു ഉമ്മനെ കൊടുക്കൽ, ഉമ്മന്റെ കടമയാണ് നല്ലൊരു വാപ്പനെ കൊടുക്കൽ. കുട്ടി തലയാട്ടിയിട്ട് പറയും, വലാ സുമ്മ. വെറുപ്പോടെ കുട്ടി ഇങ്ങനെ തലയാട്ടിയിട്ട് പറയും, സുമ്മ. അടുത്തത് പറ ഉമറെ, അടുത്തതെന്താ? വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു പറയും, ആ കുട്ടിക്ക് പടച്ചോന്റെ അടുത്ത് പരിചയപ്പെടുത്താൻ പറ്റുന്ന അർത്ഥമുള്ള നല്ല നാമം കൊണ്ട് ആ കുട്ടിയെ പരിചയപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ നല്ല പേരിടണം, അർത്ഥമുള്ള പേര്. കാരണം ആ പേര് വെച്ചിട്ടാണ് പടച്ചോൻ അള്ളാന്റെ അടുത്തേക്ക് അള്ളാഹു അവരെ പരിഗണിക്കുന്നതും പരിചയപ്പെടുന്നതും. കുട്ടി വീണ്ടും തലയാട്ടിയിട്ട് പറഞ്ഞു, വൈലക്കും സുമ്മ, നാശം. അടുത്ത് പറ ഉമറെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മക്കൾക്ക് വേണ്ടി ദുനിയാവിൽ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന വാപ്പയും മെയ്യായിരിക്കും. മക്കളുടെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന അമ്മയും വാപ്പയായിരിക്കും അവര് ദുനിയാവില്. മൂന്നാമത്തതും കൂടി കേട്ടപ്പോ ആ കുട്ടി കയ്യുയർത്തിയിട്ട് പറഞ്ഞു, ഹസ്ബുക്കല്ലാൻ, നിർത്തിക്കോ ഉമറെ, നിർത്തി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ മോനെ? ഇത് മൂന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഉമറെ, ഇത് മൂന്നും എനിക്കിന്റെ മാതാപിതാക്കൾ തന്നിട്ടില്ല ഉമറെ. ഉമറിനോട് പറഞ്ഞു, ഉമറെ, ആദ്യം നിങ്ങൾ പറഞ്ഞല്ലോ നല്ലൊരു വാപ്പനെ തരണം, നല്ലൊരു ഉമ്മനെ തരണം. എന്റെ വാപ്പ തോട്ടങ്ങളിൽ കൃഷി ചെയ്ത് പണമുണ്ടാക്കാൻ മത്സരിച്ചോടുന്ന ഒരു വാപ്പയാ. അദ്ദേഹം അനുസരിക്കുന്നില്ല നിന്ന പരാതി പറഞ്ഞത് ഞാൻ നിസ്കരിക്കാത്തതോ നോമ്പോൽക്കാത്തതോ അല്ല, അയാളെ തോട്ടത്തിൽ പണിയെടുക്കാൻ ഞാൻ ചെല്ലുന്നില്ല എന്നാ. ദുനിയാവിന് വേണ്ടി പരക്കം പാഞ്ഞ് പൈസ ഉണ്ടാക്കണം, നാട്ടുകാർക്കിടയിൽ ഈഗോ കാണിച്ച് പൊങ്ങച്ചം കാണിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വാപ്പയാണ് ഉമറെ എന്റെ വാപ്പ. എന്റെ ഉമ്മയാവട്ടെ തിന്നണം തിന്നണം എന്നിട്ട് ആളുകൾക്കിടയിൽ ഷോ കാണിച്ച് ജീവിക്കണം, പട്ടിന്റെ വസ്ത്രം ധരിക്കണം, നല്ല ഭംഗിയുള്ള ആഭരണങ്ങൾ ധരിക്കണം,
എന്ന മോഹത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ഉമ്മയാണ് ഉമറെ എന്റെ ഉമ്മയും. എനിക്ക് നല്ലൊരു ഉമ്മനെ വാപ്പ തന്നിട്ടില്ല, നല്ലൊരു വാപ്പനെ ഉമ്മയും തന്നിട്ടില്ല. ഞാൻ എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളോട് ചോദിക്കുക, ആദ്യം ആണുങ്ങളോട് ചോദിക്കുക, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നല്ല ഉമ്മനെ കൊടുത്തിരുന്നോ? നല്ലൊരു ഉമ്മനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിരുന്നോ? ഉമ്മാരോട് ചോദിക്കുന്നു, നല്ലൊരു വാപ്പനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിരുന്നോ? രണ്ടാമത് ചോദിച്ചു, ഉമറെ നല്ലൊരു പേരിടണം നല്ലേ, നല്ലൊരു പേരിടണം നല്ലേ നിങ്ങൾ പറഞ്ഞു? എന്റെ പേരിന്റെ വാപ്പ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ എന്റെ പേര് 4 ആള് കൂടുന്ന സദസ്സിൽ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത പേരാണ് ഉമറെ എന്റെ മാതാപിതാക്കൾ എനിക്ക് ഇട്ടത്. എന്റെ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? കുതിരയുടെ പച്ച ചാണകത്തിന് എന്താണോ അറബിയിൽ പേര്, അതാണ് എന്റെ പേര്. കുതിരയുടെ പച്ച ചാണകത്തിന് എന്താണോ അറബിയിൽ പേര്, അതാണ് എന്റെ പേര്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. ഇത് ഇന്നത്തെ കാലത്ത് നമുക്കുള്ള സ്വഭാവമാണ്. ഈ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ പേരിന്റെ അർത്ഥം അറിയാം? എവിടുന്നാ അങ്ങനെ ഒരു വെറൈറ്റി പേര് കിട്ടിയെന്ന് ചോദിച്ചാൽ ചിലര് പറയും, നാത്തൂന്റെ ഇളയമന്റെ മോളെ മക്കളുണ്ട് കണ്ണൂർ ഇരിട്ടിയില്, അവിടെ നിട്ടപ്പം നല്ല രസം തോന്നി, ഇതുവരെ കേൾക്കാത്തൊരു പേരാ, ഞാൻ ഇഞ്ച മക്ക കിട്ട്. അങ്ങനത്തെ എത്ര പേരുകളുണ്ട് എന്നറിയാവോ ഇന്നും സമൂഹത്തില്? സന ഫാത്തിമ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം അംഗീകരിച്ചതാ. സന ഒരു പൂമൊട്ട് എന്ന് പറയുന്നുണ്ട്, വർഷം എന്നുള്ളതിന് ഉപയോഗിക്കാറുണ്ട്. ഇന്നൊന്നും കൂടി ചിലർ പരിഷ്കരിച്ചു, സന ഫാത്തിമ. എന്താ സന എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിക ചരിത്രത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മദീനത്തെ മിമ്പറിൽ വെച്ച് റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ പാപങ്ങളും റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. സദസ്സിലിരിക്കുന്ന സഹാബാക്കൾ ചിലർ ചോദിച്ചു, വ ഇൻ സന, വ്യഭിചരിച്ചാലും ആ പാപം പുറത്തു കിട്ടുമോ നബിയെ? മിമ്പറിൽ വെച്ച് തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, വ ഇൻ സന, വ ഇൻ സന, നിങ്ങൾ വ്യഭിചരിച്ചാലും വ്യഭിചാരിണികളാണെങ്കിലും അള്ളാഹ് പുറത്തു തരും. അപ്പൊ സന എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണി. ഇന്നും ആ പേരിടുന്നവരുണ്ട്, ഏതെങ്കിലും 2 അക്ഷരം കൊണ്ട്. ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, മൗലവി ഒരു പേര് നിങ്ങളെ വാട്സപ്പ് കിട്ടി, നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞു തരണം. ദുനിയാവിൽ അങ്ങനെ ഒരു പേര് അറബി ഭാഷയിൽ തന്നെ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഇത് എവിടുന്നാ കിട്ടി? അത് പേർഷ്യൻ ഭാഷയിൽ ഗ്രീക്കിൽ നിന്നുണ്ടായതാണെന്നാണ് ഞാൻ അടിച്ചു നോക്കിയപ്പം ജമിനി പറഞ്ഞു. എന്തിനാ അപ്പൊ അങ്ങനെ ബേജാറാവുന്നത്? നല്ല പേരുകൾ പടച്ചോന്റെ ദുനിയാവിൽ ഉണ്ടാകുമ്പോ അർത്ഥറിഞ്ഞൂടാത്ത ഏതോ പേരിന്റെ പിന്നാൽ ഇപ്പോഴും റൗസൽ നിടുന്നവരൊക്കെ ഉണ്ട്. എന്താ റൗസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം? ഉണക്കക്കാട്ടെന്നാ. സത്യം. ഇപ്പോഴൊന്ന് പരിശോധിച്ച് നോക്കി, ഇതെന്തിടണം എന്ന് പോലും അറിഞ്ഞൂടാത്ത ആളുകളുണ്ട്. നമ്മളെ മക്കളോട് നമ്മൾ നീതി കാണിച്ചിട്ടുണ്ടോ? വാപ്പന്റെ പേര് വെച്ചിട്ടായിരിക്കും ആ മക്കളെ പരലോകത്ത് അള്ളാഹ് പരിഗണിക്കുക. അൻസാറിനെ വിളിക്കുക പടച്ചോൻ എങ്ങനെയാണെന്നറിയാവോ? അൻസാർ നങ്ങണ്ടേന്നല്ല, അൻസാർ ബിൻ അബ്ദുറഹ്മാൻ. അള്ളാഹ് പറയും, വാപ്പ നിൽക്കട്ടെ, മക്കളും നിൽക്കട്ടെ, ഉമ്മയും നിൽക്കട്ടെ. എന്നിട്ട് പടച്ചോൻ വിചാരണക്ക് എടുക്കുമ്പോ രക്ഷിതാക്കളോട് ചോദിക്കുന്ന, മക്കളോട് ചോദിക്കുന്ന, നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ നിങ്ങളെ മാതാപിതാക്കൾ അനുഗ്രഹമായിരുന്നോ പരീക്ഷണമായിരുന്നോ? മക്കള് തിരിച്ചു പറയും, റബ്ബേ ഇനി ഞങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? ഈ വാപ്പന്റെയും ഈ ഉമ്മന്റെയും മക്കളായി ജനിപ്പിച്ചതാ. അള്ളാനെ ഭയപ്പെടുന്ന, പടച്ചോനെ പേടിയുള്ള ഏതെങ്കിലും ഒരു നല്ല വാപ്പന്റെയും ഉമ്മന്റെയും മക്കളായിനെങ്കിൽ ഈ ഗതികെട്ട ഒരു നൃത്തം ഞങ്ങൾ നിൽക്കേണ്ടി വരൂലായിരുന്നു റബ്ബേ. ഞങ്ങളോട് നീതി കാണിക്കാത്ത ഈ വാപ്പനെയും ഉമ്മനെയും കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ ചവിട്ടി അരക്കായിരുന്നു റബ്ബേ ഈ 2 എണ്ണത്തിനെ എന്ന് മക്കൾ പറയുമ്പം കയ്യിന്റെ വിരലിന്റെ അറ്റങ്ങൾ നഖം കടിച്ച് സങ്കടത്തോടെ അവർ പടച്ച റബ്ബിനോട് മാതാപിതാക്കൾ ചോദിക്കും, യാ ലൈതനി കുൻതു തുറാബ, എന്തിനായിരുന്നു പടച്ചോനെ മക്കളും കുടുംബവും പൊരയൊക്കെ? എനക്ക് ആ ചീക്കൊന്നുമല്ല ഒരു മണ്ണാക്കിയാ പോരായിരുന്നോ? ഒരു പാറ കഷ്ണാക്കിയാ പോരായിരുന്നോ? ഒരു കല്ലിന്റെ കഷ്ണാക്കിയാ പോരായിരുന്നോ റബ്ബേ? കുൻതു തുറാബ. കാരണം കല്ലിന് മക്കളില്ല, കല്ലിന് വിചാരണല്ല. ഈ പറയുന്നൊരവസ്ഥ ദുനിയാവിലല്ല, ആഖിറത്തിലൊന്ന് ചിന്തിച്ചു നോക്കി. എന്നിട്ട് ആ കുട്ടി ചോദിച്ചു, ഉമറേ മൂന്നാമതായി നിങ്ങൾ പറഞ്ഞല്ലോ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വാപ്പയും മെയ്യാവണം. എന്റെ മാതാപിതാക്കൾ ദുനിയാവിന് വേണ്ടി പണിയെടുക്കല്ലാണ്ട് എന്റെ ആഖിറത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു ചിട്ടയും ഞാൻ അവരിൽ കണ്ടിട്ടില്ല. ഒരു സുബിഹിക്ക് വേണ്ടിയിട്ട് എന്റെ വാപ്പ എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു സുബിഹിക്ക് വേണ്ടിയിട്ട് എന്റെ കൈ പിടിച്ച് വാപ്പ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചതെല്ലാം എന്റെ പിതാവ് എനിക്ക് വാങ്ങിത്തരും. ഇന്നത്തെ ഭാഷ പറഞ്ഞ കമ്പ്യൂട്ടർ വേണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷങ്ങൾക്ക് പണം വേണോ, മകന് വേണ്ട 2 ചക്ര വാഹനം വേണോ, മക്കൾക്ക് എന്തു വേണോ, അത് ഷൂസ് ആയാലും വസ്ത്രമായാലും ഒക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. പക്ഷേ ആ വാപ്പ എന്റെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു വക്തിന് എന്റെ കൈ പിടിച്ച് പള്ളിക്ക് നടന്നിട്ടില്ല.
ഒരു ജമാഅത്തിന് എന്റെ വാപ്പനെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല. ഒരു ദിവസം നേരം വെളുക്കുമ്പോ എന്റെ ഉമ്മാന്റെ ഖുർആനിക ആയത്ത് കേട്ട് ഞാൻ എഴുന്നേറ്റിട്ടില്ല. എന്നെ അടുത്ത് ഇരുത്തിയിട്ട് ഒരു 10 ആയത്ത് കേൾക്കാൻ വേണ്ടി എന്റെ അമ്മക്ക് നേരം കിട്ടിയിട്ടില്ല. എന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും എന്റെ മാതാപിതാക്കൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഉമറേ, താങ്കളിന്റെ മാതാപിതാക്കളോട് പറയണം എന്നോടുള്ള നീതി കാണിക്കാൻ, എങ്കിലേ അവരും രക്ഷപ്പെടൂ എന്ന് നിങ്ങൾ ആ മാതാപിതാക്കളോട് പറയണേ ഉമറേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഇറങ്ങി നടന്നു. ഈ ചോദ്യം എന്നോടും നിങ്ങളോടും ആണെങ്കിലോ? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി നമ്മളെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം മനുഷ്യന്റെ വിശ്വാസം തകർക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളിലൂടെ ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ സാധിക്കോ അതിനുള്ള എല്ലാ വഴിയും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാർ ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലമാണ് ഇല്ലാത്ത കെട്ടുകഥകളും കള്ളക്കറാമത്ത് കഥകളും മുസ്ലിം സമൂഹത്തിന്റെ മേലെ കടിച്ചേൽപ്പിക്കുന്ന പുരോഹിതന്മാർ ഈ സമൂഹത്തിൽ വർദ്ധിക്കാനുള്ള കാരണം. ആകാശത്ത് കൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂരിൽ പിടിച്ചിറക്കി ഷെയ്ഖ് കയറിപ്പോയി എന്ന് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി അങ്ങ് കൊയിലാണ്ടി കടപ്പുറത്ത് വെച്ച് താങ്ങി നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ ഇത്ര സ്പീഡ് പോകരുതെന്ന് ഷെയ്ഖിനെ ഗുണദോഷിച്ചപ്പോഴേക്കും അങ്ങ് മടവൂരിൽ നിന്ന് പുറപ്പെട്ട വ്യക്തികൾക്ക് കോഴിക്കോട് തീവണ്ടിയിൽ കയറാൻ പറ്റി. ഷെയ്ഖിന്റെ കറാമത്ത് കൊണ്ട് തീവണ്ടിന്റെ എഞ്ചിൻ ചലിക്കാതായി എന്ന് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാ. കല്യാണം കഴിഞ്ഞ് 18 കൊല്ലം കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത പെണ്ണിന് സങ്കടം പറയാൻ വന്നപ്പോ ബിരിയാണിയിൽ നിന്ന് കോഴിക്കാലെടുത്ത് കൊടുത്തപ്പോഴേക്കും കോഴിക്കാല് കടിച്ചിറങ്ങിയ പെണ്ണിന്റെ വയറതാ 9 മാസം ഗർഭം ധരിച്ച വയറായി മാറി എന്ന് കേൾക്കുമ്പോ തക്ബീർ വിളിക്കുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങളാ. ഇക്കഴിഞ്ഞ റമദാനിൽ പോലും ഒരു പുതിയ കഥയുണ്ടാക്കപ്പെട്ടു. പസഫിക് സമുദ്രത്തിലൂടെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ട ഒരു കപ്പൽ. ആ കപ്പൽ നടുക്കടലിൽ വെച്ച് എഞ്ചിൻ തകരാറായി ചലിക്കാനാവാതെ വെപ്രാളപ്പെട്ടു. വിദേശിയായ കപ്പിത്താൻ പോലും എന്തു ചെയ്യുമെന്ന വെപ്രാളത്തിൽ നിൽക്കുമ്പോ ആ കപ്പലിൽ ഉണ്ടായിരുന്ന മടവൂർ ഷെയ്ഖിന്റെ 2 മുരീദന്മാര് വന്ന് കപ്പിത്താനോട് പറഞ്ഞു പോലും, പേടിക്കണ്ട, ഒരാള് വരാനുണ്ട്. ആ കപ്പലിൽ ഇരുന്നു കൊണ്ട് 100 കുതുബിയത്ത് ഞങ്ങളെ ഷെയ്ഖിന്റെ പേരിൽ ചെല്ലുമ്പോഴേക്കും അത്ഭുതമെന്ന് പറയട്ടെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ വടിയും കുത്തിപ്പിടിച്ച് ഒരു മനുഷ്യൻ അങ്ങനെ നടന്നു വരുന്നു. പേടിക്കേണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞ് കപ്പലിന്റെ എഞ്ചിന്റെ ഭാഗത്തെ കൂളിയിട്ട് എഞ്ചിന് 2 തട്ട് തട്ടിയപ്പോഴേക്കും കപ്പലതാ 250 സ്പീഡിൽ കോഴിക്കോട് കടപ്പുറത്ത് വന്നടിഞ്ഞു. ഇത് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ പേരിലാ. ഇത് വ്യാഖ്യാനിക്കുന്നത് പ്രവാചകന്റെ കറാമത്തിനോട് ചേർത്ത് പിടിച്ചുകൊണ്ടാ. അറിഞ്ഞിട്ടുണ്ടോ മുസ്ലിം സമുദായമേ, ഇന്ന് ഇത്തരത്തിലുള്ള പ്രവണതകളിലൂടെ മുസ്ലിം ഉമ്മത്തിലുള്ള വിശ്വാസം തകർക്കാൻ വേണ്ടി ആളുകൾ പണിയെടുത്തപ്പോ അതിന്റെ പരിണിത ഫലമാണ് കേരളത്തിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഇസ്ലാമിനെ ഇന്ന് കൊഞ്ഞനം കുത്തുന്ന ആരിഫ് ഹുസൈൻ എന്ന നാമമാത്രമായുള്ള പേരുകൊണ്ട് മാത്രം മുസ്ലിമായിട്ടുള്ള ഒരു മനുഷ്യൻ മീഡിയകൾക്ക് മുൻപിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അഊദു ബിഡിംഗനാഹി. കാരണം ഞങ്ങൾ ഇതൊക്കെ കേട്ടത് ബാലരമയില, ഞങ്ങൾ ഇങ്ങനത്തെ കഥകളൊക്കെ ആസ്വദിച്ചത് ബാലമംഗളത്തിലാ. അതുകൊണ്ട് ബാലമംഗളത്തിലെ ഡിങ്കനാണ് അള്ളാഹ്, കാരണം അള്ളാന്റെതാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ദുരിതത്തിലേക്ക്, വിശ്വാസ വൈകല്യത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ഇന്നത്തെ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനവർ കണ്ടെത്തിയ മാർഗമായിരുന്നു സോഷ്യൽ മീഡിയ. ഇന്ന് നമുക്കറിയാമല്ലോ, സൂഫിസത്തിന്റെ പേര് പറഞ്ഞ് സൂഫിസ പാട്ടുകളിലൂടെ നമ്മളെ മക്കളെ അവര് സ്വാധീനിക്കാൻ തുടങ്ങി. നോമ്പെടുത്തും തിന്നാൻ പറ്റും വിഭവങ്ങൾ ഉണ്ടാക്കി എന്ന് തുടങ്ങുന്ന വരികളിലൂടെ കുടുമ ധരിച്ച് 2 വിരലുകളിൽ താങ്ങി നിന്ന് കറങ്ങിത്തിരിഞ്ഞ് പാട്ടിന്റെ മേമ്പലുകളിലോടുകൂടി സംഗീതത്തിന്റെ ആസ്വാദനത്തോടുകൂടി ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന സൂഫിസവും കേരളത്തിന്റെ മണ്ണിലേക്ക് തയ്ച്ചു വളരാൻ തുടങ്ങി. ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടാകുമ്പോ മറുഭാഗത്ത് മത തീവ്രത പറഞ്ഞ് ഇന്നത്തെ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ ചില ആളുകളും രംഗത്തേക്ക് വന്നു. അങ്ങ് സിറിയയിലുള്ള സലഫിസത്തിന്റെ പേര് പറഞ്ഞ് കയറി വന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഇസ്ലാമിൽ എന്നാൽ ഒന്നും തികയാതെ ദഅവത്ത് നടത്തരുത്, അതുകൊണ്ട് സംഘടന പാടില്ല, സംഘടന തിന്മയാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട്
ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരുന്ന യൗവനങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അരക്ഷിതാവസ്ഥകളിലേക്ക് കൊണ്ടുപോയി വെറും സമൂഹത്തിന് ഉപകാരപ്പെടാതെ, കുടുംബത്തോട് മിണ്ടാതെ, ആളുകളുമായി ഇടപെടാതെ എന്റെ നിക്കാരം, എന്റെ നോമ്പ്, എന്റെ ദൗറാനോത്ത്, എന്റെ നിക്കാരം എന്നൊരു മാനസികാവസ്ഥയിലേക്കും ഇന്നത്തെ തലമുറയെ കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഇതിനൊക്കെ അവർ തെരഞ്ഞെടുത്തത് സോഷ്യൽ മീഡിയ ആയിരുന്നു, ഇൻസ്റ്റഗ്രാം ആയിരുന്നു, വാട്സപ്പുകളായിരുന്നു, ഫേസ്ബുക്കുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഇത് ഉപയോഗിക്കുന്ന മക്കളെ ഇനി നമുക്ക് തടയാൻ സാധിക്കുകയില്ല. മക്കളെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കരുത് എന്നൊരു പക്ഷേ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെ നമുക്കുള്ള മാതൃക ഇസ്ലാമിന്റെ ശരിയായ രീതി അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാ. അതറിയിച്ചു കൊടുക്കണമെങ്കിൽ ചരിത്രം എന്താണെന്ന് നമ്മൾ അറിയണം. എന്തിനാ ലോകത്തിന്റെ പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് നാടുവിട്ടത്? മക്കയിലുള്ള ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ പേരിലല്ല, നഊദു ബില്ലാഹ്, സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിലല്ല, ഏതെങ്കിലും തരത്തിലുള്ള കച്ചവട വഞ്ചന കാണിച്ചതിന്റെ പേരിലല്ല. മറിച്ചെന്തിനാ അള്ളാന്റെ നബി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് നാടുവിടേണ്ടി വന്നത്? ലാത്ത എന്ന കബറിങ്കൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കരുതേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ. ഇന്ന് പറയപ്പെടുന്നത് പോലെ അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന ഒരു പുണ്യ മനുഷ്യൻ ലാത്ത എന്ന വ്യക്തി മരണപ്പെട്ടപ്പോ ലാത്തയുടെ കബറുകൾ അവർ കെട്ടിപ്പൊക്കി, കബറിന്റെ അടുത്ത് പോയി അവർ ദുആ ചെയ്തു. യാത്ര എളുപ്പമാകാൻ, കച്ചവടം ലാഭമാകാൻ അന്ന് മക്കക്കാര് പ്രാർത്ഥിച്ചു. ഇത് കണ്ട പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല, കാരണം അവർ മരണപ്പെട്ടവരാ, അതെന്റെ റബ്ബിനെ പങ്കു ചേർക്കല, അത് നിങ്ങൾ ചെയ്യരുതേ എന്നവരോട് റസൂലുള്ള പറഞ്ഞപ്പോ അവര് തിരിച്ചു ചോദിച്ചു, മുഹമ്മദേ, അങ്ങനെയാണെങ്കിൽ അവരൊക്കെ പുണ്യവാന്മാരല്ലേ? അള്ളാന്റെ അടുത്തേക്ക് നമുക്ക് നേരിട്ട് പോകണ്ടല്ലോ, ഇവരിലൂടെ പോയാ പോരെ? അതേ വാക്ക് വിശുദ്ധ ഖുർആനും ഉപയോഗിച്ചിട്ട് റബ്ബിനെ അവർ ഓർമ്മപ്പെടുത്തി. ഞങ്ങൾ ലാത്തന്റെ അടുത്ത് പോകുന്നത് ലാത്ത സഹായിക്കുമെന്ന വിശ്വാസം കൊണ്ടല്ല, മറിച്ച് ലാത്തയൊക്കെ പുണ്യ മനുഷ്യനായതുകൊണ്ട് ലാത്തയിലൂടെ നമുക്ക് അള്ളാന്റെ അടുത്തേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് കൊണ്ടാ. അതവരും തിരിച്ചു പറഞ്ഞപ്പോ നബി തങ്ങൾ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുതേ, കാരണം ഇന്ന റബ്ബീ കരീബുൻ മുജീബ്, എന്റെ റബ്ബ് നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവനാ. ഖണ്ഡനാടിയേക്കാൾ, ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് നിൽക്കുന്ന റബ്ബിനെ തേടി നിങ്ങൾ ഒരിക്കലും ഒരു കബറിടത്തിലേക്ക് പോകരുത്, ഒരു ജാറത്തിന്റെലേക്ക് പ്രാർത്ഥിക്കാൻ പോകരുത്, ഏലസുകളിൽ അഭയം തേടരുത് എന്ന് പ്രവാചകൻ അവരോട് കൽപ്പിച്ചു. ആ കൽപ്പന അവർ തിരസ്കരിച്ചു. പ്രവാചകനെ കൊല്ലാൻ അവരൊരുങ്ങി. ആ കാരണം കൊണ്ട് മക്ക വിട്ട് നബി തങ്ങൾക്ക് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. പോട്ടെ, മദീനയിൽ നിന്നും നബി തങ്ങൾ തിരിച്ച് മക്കയിലേക്ക് വരുന്ന സമയം, മക്കയിൽ വന്ന് കാലുകുത്തുന്ന ഉടനെ അള്ളാന്റെ പ്രവാചകൻ കയ്യിലുള്ള ഒരു മൺവെട്ടിയെടുത്ത് മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, മോനെ അലി, ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സർവ്വ കബറും അടിച്ചു നിരപ്പാക്കണേ അലി എന്ന് നബി തങ്ങൾ കൽപ്പന കൊടുത്തപ്പോ അന്ന് അലി ഇബ്നു അബീ ത്വാലിബ് അടിച്ചു നിരപ്പാക്കിയതാ ആ മക്കയിൽ കെട്ടിപ്പൊക്കപ്പെട്ടിരുന്ന മുഴുവൻ കബറുകളും. ഇന്നും ഉംറയ്ക്ക് വേണ്ടി പോകുന്നവർ, ഹജ്ജിന് വേണ്ടി പോകുന്നവർ മക്കയും മദീനയും പരതി നടന്നാലും ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു കബർ പോലും ഉഹുദിലോ ഖന്തക്കിലോ ഖൈബറിലോ ഏതെങ്കിലും പ്രവാചകന്റെ സഹാബത്തിന്റെ കബറുകളോ കാണാൻ പറ്റുന്നില്ല എങ്കിൽ അന്നും ഇന്നും മുസ്ലിം ഉമ്മത്തിനോട്, റസൂലിനെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങളോട് നമുക്ക് പറയാനുള്ളത്, മനുഷ്യരെ, നിങ്ങൾ ഒരിക്കലും ഒരു കബറിങ്കൽ പോയി പ്രാർത്ഥിക്കല്ലേ, മരിച്ചുപോയവരോട് തേടല്ലേ, നിന്റെ ബദിരീങ്ങളെ എന്ന് വിളിക്കല്ലേ, നിന്റെ മമ്പർത്തങ്ങളെ എന്ന് വിളിക്കല്ലേ. കാരണം അത് ശിർക്കാക്കപ്പെടും, റബ്ബിൽ പങ്കു ചേർക്കലാക്കപ്പെടും. ആയക്കടലിന്റെ മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട യൂനുസ് നബി പ്രാർത്ഥിച്ചത് റബ്ബിനോടായിരുന്നു. രോഗം ബാധിച്ച അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് റബ്ബിനോടായിരുന്നു. മക്കളില്ലാത്ത സക്കരിയ നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവേ എന്നായിരുന്നു. എങ്കിൽ അതേ മനസ്സോടെ നമുക്ക് പറയാൻ പറ്റണം, എനിക്കെന്റെ റബ്ബ് മതി, ആ റബ്ബിലേക്ക് ഞാൻ അഭയം തേടൂ എന്ന്. ആ വിശ്വാസം മക്കളുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. കാരണം തൗഹീദ് ഇല്ലാത്ത കുടുംബത്തിൽ ഒരിക്കലും പടച്ചോന്റെ വെളിച്ചമെത്തൂല, അള്ളാന്റെ നിയമത്തെത്തൂല. ഇതൊരിക്കലും ഒരു കക്ഷിത്വത്തിന്റെ വർത്തമാനമായിട്ട് കാണരുത്. നാളെ റബ്ബിന്റെ അരികിൽ ഞാനും നിങ്ങളും അള്ളാന്റെ മുൻപിലേക്ക് വീണ്ടും ഒരുമിപ്പിച്ചു കൂട്ടപ്പെടുമ്പോ ഒരു ചോദ്യം റബ്ബിന്റെ അടുത്ത് നിന്ന് വരുന്ന സമയത്ത് രക്ഷപ്പെടണമെങ്കിൽ നാഥന്റെ തൗഹീദിന്റെ അംഗീകരിച്ച ആളുകളായി മാറണം. ആ തൗഹീദ് ഉണ്ടെങ്കിൽ പിന്നെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി കിട്ടും. കുടുംബത്തിൽ തൗഹീദ് ഉണ്ടോ, ബാക്കിയൊക്കെ ക്ലിയർ ആവും.
തൗഹീദില്ലേ കുടുംബവും നശിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ മദീന പള്ളിയിലേക്ക് കയറി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി മദീന പള്ളിയുടെ വാതിൽ കടന്ന് അകത്ത് കയറുന്നവൻ സ്വർഗത്തിൽ എന്റെ അയൽക്കാരനാ. അതാരാണെന്ന് അറിയാൻ വേണ്ടി സഹാബത്ത് കാത്തിരുന്നു. കയറി വന്നത് അംർ ബിൻ ആസ്. അത്ഭുതത്തോടെ സഹാബത്ത് ചോദിച്ചു, അംറേ, താങ്കൾക്ക് ഇതിനു മാത്രം എന്താ യോഗ്യത? അംർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ മറുപടി, ഞാൻ ഒരാളെയും വിഷമിപ്പിച്ചിട്ടില്ല, ഞാൻ ഒരാളെയും കുടുംബം മുറിച്ചിട്ടില്ല, അലോഗ്യപ്പെട്ടിട്ടില്ല. ഞാൻ കാരണം ഒരാള് കണ്ണീര് വന്നത് എന്റെ സ്വഭാവം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. റസൂലുള്ളാഹി പുഞ്ചിരിയോടെ പറഞ്ഞു, അതാണ് അംറേ നിങ്ങളുടെ യോഗ്യത. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുടുംബങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുക. ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുകളൊന്നുമില്ല. തമ്മിൽ പിണങ്ങിയും തമ്മിൽ ശത്രുത കാണിച്ചും ഇന്നതൊരു ഫാഷനാ. എന്താ, കാർന്നോര് നാട്ടുകാരൊക്കെ വിളിച്ചൊരു നിശ്ചയം നടത്തിയിട്ട് അനിയനായ എന്നെ അവിടെ കണ്ടില്ലല്ലോ, പെങ്ങളായ എന്നെ അവിടെ കണ്ടില്ലല്ലോ, അളിയനെയും കണ്ടില്ലല്ലോ. ആൾക്കാര് ലസത്തോടെ പറയും, ഞാൻ അത്ര യോഗ്യല്ല, ഞാൻ അങ്ങോട്ടും പോലില്ല, ഓലാലും ഇങ്ങോട്ടും വരലില്ല. ഇന്ന് കുടുംബം പണങ്ങളൊക്കെ ഒരു സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുക. ആർക്കും പൊറുക്കാൻ പറ്റുന്നില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആളൊക്കെ നിസ്കാരത്തിലും നോമ്പിലും ഒക്കെ മുൻപന്തിയിലായിരിക്കും. മദീന മിമ്പറിൽ നിന്നൊരു കുത്തുബ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുന്ന റസൂലിന്റെ അരികിൽ വന്ന് സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ, എന്റെ ഉമ്മാക്ക് കുറെ നോമ്പ് കട ഉണ്ടായിരുന്നു, ഉമ്മ മരിച്ചു, ഉമ്മാക്ക് ആ കുറ്റം കിട്ടാണ്ടിരിക്കാൻ ഞങ്ങൾ എന്താ ചെയ്തു കൊടുക്കേണ്ടി? നബിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ആ ഉമ്മാന്റെ നോമ്പ് നോറ്റു വീട്ടി കൊടുത്താൽ മതി, അല്ലെ ഫിദിയ കൊടുത്താൽ മതി, അത് പരിഹരിക്കപ്പെടും. ഉടനെ മറ്റൊരു സഹാബി ചോദിച്ചു, റസൂലേ, എന്റെ വാപ്പ നേർച്ച ചെയ്തു, പക്ഷെ നേർച്ച പൂർത്തിയാക്കാൻ പറ്റാണ്ട് വാപ്പ മരണപ്പെട്ടു, ആ കുറ്റം വാപ്പാക്ക് കിട്ടാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം? നബിത്തങ്ങൾ പറഞ്ഞു, 10 സാധുവിന് വസ്ത്രം കൊടുക്കുക, അല്ലെ 10 സാധുവിന് ഭക്ഷണം കൊടുക്കുക, അല്ലെ 3 ദിവസം നോമ്പ് വെൽക്കുക, അല്ലെ ഒരു അടിമയെ മോചിപ്പിക്കുക. ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ എന്റെ വാപ്പാന്റെ കുറ്റം പരിഹരിക്കപ്പെടും. ഉടനെ മറ്റു കുറച്ച് സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ചില രക്ഷിതാക്കൾ തമ്മ് പിണങ്ങി മരിച്ചു പോയതാണ്, മരിക്കുന്നത് വരെ നന്നായിട്ടില്ല, ഈഗോ ആയിരുന്നു. ഞാൻ എന്തിനു തോൽക്കണോ, ഓൻ എന്റെ അടുത്ത് വരട്ടെ, ഞാൻ എന്തിനു മിണ്ടണം, ഞാൻ ഓനോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നോട് മിണ്ടാളുള്ളൂ, എന്റെ അടുത്ത് വരട്ടെ എന്ന വാശി, ഈഗോ, അത് മനസ്സിൽ വെച്ച് മരിച്ചു പോയതാ. പിണക്ക് മോളെ വീട്ടുകാരോട്, മോൻ കെട്ടിയ വീട്ടുകാരോട്, അപ്പുറത്തെ അയൽവാസിനോട്, കുടുംബക്കാരോട് ചെറിയ കാരണത്തിന്റെ പേരിൽ പിണങ്ങി മുഷിഞ്ഞ് ജീവിച്ചവരാ. മരിക്കുന്നത് വരെ നന്നായിട്ടില്ല. ആ മരിച്ചുപോയ വ്യക്തിക്ക് ആ കുറ്റം ഖബറിൽ കിട്ടാണ്ടിരിക്കാൻ ഞങ്ങൾ എന്താ റസൂലേ ചെയ്തു കൊടുക്കേണ്ടി? കാരണം നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, കുടുംബബന്ധം മുറിച്ച് മരിച്ചുപോയവൻ ആ കുടുംബബന്ധം ചേർക്കപ്പെടാത്ത കാലത്തോളം ഓന്റെ ഒരു ഇബാദത്തും അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല, ഒരു ഇബാദത്തും റബ്ബിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല. അത് എത്ര നിസ്കാരം ഉണ്ടെങ്കിലും നോമ്പുണ്ടെങ്കിലും. അതുകൊണ്ട് റസൂലേ, ഞങ്ങളെ വാപ്പാർക്ക് അതിന്റെ കൂലി കിട്ടാൻ, അവർക്ക് അള്ള പുറത്തു കൊടുക്കാൻ ഞങ്ങൾ എന്താ അവരെ പേരിൽ ചെയ്തു കൊടുക്കേണ്ടി? നബിത്തങ്ങൾ തിരിച്ചു പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ വാപ്പയും ഉമ്മയും മരിക്കുമ്പോ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കും. അന്നൊരു മൈക്ക് കൈമലെടുത്തരും പള്ളിയിലെ ഉസ്താദുമാര്. അപ്പൊ നിങ്ങൾ കണ്ണ് നിറഞ്ഞിട്ട് കൽബ് വിതുമ്പിയിട്ട് നെഞ്ചടറിയിട്ട് ചോദിക്കണം, എന്റെ വാപ്പാക്ക് പൊരുത്തം തരണം, എന്റെ ഉമ്മാക്ക് പൊരുത്തപ്പെട്ടി തരണം, ഒരു കത്തടിച്ച് എല്ലാ പള്ളിയിലും കൊണ്ട കൊടുക്കണം എന്നല്ല. നിങ്ങൾ മരിച്ച വാപ്പാക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നും അല്ല. നിങ്ങൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു 100 ഹജ്ജ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെ ഒരു 10 ഉംറ മതി, ഇനി 1 ഹജ്ജ് ചെയ്ത് കൊടുത്താൽ മതി, ഉമ്മാക്ക് ആ കുറ്റമൊക്കെ പൂർത്തിയാക്കപ്പെടും എന്നല്ല. ലാ യമീന ഫീ ഖതീഅത്തു റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവർക്ക് ഒരു ഫിദിയയില്ല, ഒരു ഫിദിയയില്ല. അതുകൊണ്ട് ആ റബീഉൽ അവൽ 12 വഫാത്താകുന്ന നബി തങ്ങൾ റബീഉൽ അവൽ 10 മദീനത്തെ പള്ളിയിൽ വന്ന് പൊരുത്തം വാങ്ങി. 12 വഫാത്താകുന്ന റസൂലുള്ളാഹ് ശരീരത്തിന്റെ ചൂടും ക്ഷീണവും വകവെക്കാതെ 10 അന്ന് സഹാബത്തിന്റെ തോളിൽ കയറി മദീനത്തെ പള്ളിയിൽ വന്ന് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. ചരിത്രം പഠിച്ചു നോക്കിങ്ങള്. ഇന്ന് റസൂലുള്ളാന്റെ അയലത്ത് പോലും എത്താൻ യോഗ്യതല്ലാത്ത എനിക്കും ഇങ്ങക്കും പകയും വെറുപ്പും മനസ്സ് കൊണ്ടടക്കാനേ താല്പര്യമുള്ളെങ്കിൽ നെറ്റിയിലെ നിസ്കാരത്താകുമ്പോ ഉടുക്കുന്ന പർദ്ദയോ ഓതി തീർത്ത ഖുർആനോ ചെയ്ത ഹജ്ജോ പടച്ചോ മണ്ണിന്റെ അടിക്ക് തരൂല, കുടുംബം നന്നാക്കാത്ത കാലത്തോളം. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് നല്ല രീതികൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ഫിത്നയുടെയും തുടക്കം കുടുംബത്തിലേക്ക് കയറി വരുന്നത് റീൽസുകളിലൂടെയാണ്. ഇന്ന് റീൽസിന് അഡിക്റ്റഡ് ആ കുടുംബം. ഒന്നുകിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം. ഉമ്മാരും വാപ്പാരും മക്കളും ഒക്കെ 15 സെക്കൻഡിന്റെ റീൽസിന്റെ മായാലോകത്ത്. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹം കുറയുന്നു. ചീക്കോ നങ്ങാടിയിലേക്ക് നാളെ പകല് മുഴുവനും കരണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ കാണാം മുറ്റത്തും ആടെയും പറമ്പിലും ഒക്കെ. കാരണം എല്ലാവർക്കും സമയം ഉണ്ടാകും.
എന്നാൽ കിട്ടുന്ന സമയം മണിക്കൂറുകൾ അത്രയും മൊബൈലിന്റെ മുൻപിൽ ഇരിക്കുമ്പോ സ്നേഹം കുറയുന്നു, ബന്ധങ്ങൾ അകലുന്നു, ശത്രുത കൂടുന്നു. ആർക്കും ആരുടെയും സങ്കടങ്ങൾ അറിയാനോ ആർക്കും ആരെയും മനസ്സിലാക്കാനോ ക്ഷമിക്കാനോ ഒന്നും പറ്റാതായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിന്റെ പേരിൽ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇസ്ലാമിൽ ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നമ്മളെ മക്കളെ സംസ്കാരം പഠിപ്പിക്കുമ്പോ ഇസ്ലാം പഠിപ്പിച്ച രീതി എന്ത് എന്ന് ഓരോ രംഗത്തും നമ്മൾ കാണിച്ച് അവർക്ക് അറിയിച്ചു കൊടുക്കണം. അതിനെന്തു വേണം? നമുക്ക് ഇൽമുണ്ടാവണം, നമുക്ക് അറിവുണ്ടാവണം. നമ്മൾ മക്കളെ ഒരു ഖുർആൻ ക്ലാസ്സിന് പറഞ്ഞയച്ചിട്ട് എനിക്കുള്ള അറിവ് മതി, ഞാൻ മദ്രസയെ പഠിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചാ പോരാ. ഓരോ കാര്യത്തിലും നമ്മളെ അറിവ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ എന്ത് ചെല്ലണമെന്നും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നോമ്പ് വെൽക്കുമ്പോഴും തുറക്കുമ്പോഴും പറയേണ്ടതെന്നൊന്നും ആരും ക്ലാസ് എടുത്തു കൊടുക്കണ്ട. ഒരു ഉംറക്ക് പോകാൻ ഈ ചീക്കൊന്ന് പ്രദേശത്തുള്ള ഒരു ഉമ്മയോ വാപ്പയോ റെഡി ആയാൽ ആദ്യം ചോദിക്കെന്താണെന്നറിയോ? ക്ലാസ് എപ്പളാ, ആരാ അമീർ? കാരണം അത് ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ പോകും. ഇനി ഒരു വിവാഹം സംഘടിപ്പിക്കുമ്പോ എത്ര രക്ഷിതാക്കൾ ചോദിക്കലുണ്ട്, വിവാഹത്തിന്റെ ഇസ്ലാമിക സുന്നത്ത് എന്താണ്, ഇസ്ലാമിന്റെ മര്യാദ എന്താണ്? ആർക്കൊരു നോട്ടവും ഇല്ല. മറ്റുള്ളവന്റെ കല്യാണ വീട്ടിൽ എന്ത് കാണുന്നോ അത് നമ്മളെ കല്യാണപ്പുരയിലും വേണം. അങ്ങനെ വന്ന ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ബ്രൈറ്റ് ടു മീ, ഗ്രൂം ടു മീ, അരികുത്ത് കല്യാണം, സേവ് ദി ഡേറ്റ്, ഒക്കെ വെറൈറ്റികളാ. വിവാഹത്തിന്റെ മുൻപേ തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോ ഞാൻ എന്റെ പ്രഭാഷണത്തിൽ തന്നെ പറയാറുണ്ട്, പണ്ടൊക്കെ കല്യാണം കഴിക്കുമ്പം കല്യാണം കാണാൻ പോകുന്ന ചെറുപ്പക്കാരന് ആകെയുള്ള ഒരു ചെലവെന്തായിരുന്നു? ഒന്നെങ്കിൽ ഒരു 2 പാക്കറ്റ് മുട്ടായി, അത് 200, 300, 400, ഇനി 500. ഇപ്പൊ കഴിഞ്ഞ മാസത്തിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് ഒരു കല്യാണം തെറ്റിപ്പോയി. എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? മുട്ടായിന്റെ വലിപ്പം കുറഞ്ഞുപോയി. ഓൻ പ്രതീക്ഷിച്ചത് വലിയ മുട്ടായി ആയിരുന്നു, കുട്ടി പ്രതീക്ഷിച്ച് കിട്ടിയത് 3000 റുപ്യന്റെ മുട്ടായി അവൻ കൊടുത്തിട്ടുള്ളൂ. പിറ്റേന്ന് രാവിലെ ആ കുടുംബത്തിൽ വന്നോൽക്കാൻ വീട് കാണിച്ചു തരും. പിറ്റേന്ന് രാവിലെ ആ വീട്ടിന്റെ മുറ്റത്തേക്ക് ആ മുട്ടായിന്റെ കവർ കൊണ്ടുവച്ചിട്ട് ബ്രോക്കർ പറഞ്ഞ പോലെ ഓല് മുന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുടുംബക്കാർ വെച്ചോലെ എന്താ കാരണം പറയേണ്ടി? വാപ്പ ദീനിയായ വാപ്പയാ, ചെറുപ്പക്കാരൻ ദീനിയായ ചെറുപ്പക്കാരനാ. അപ്പൊ എന്താ കാരണം എന്നൊക്കെ അന്വേഷിച്ചപ്പോ പിന്നെ കിട്ടിയ മറുപടി മുട്ടായിന്റെ വലിപ്പം കുറഞ്ഞു എന്നാ. ഇപ്പൊ ഞാൻ ഉമ്മാരോട് ചോദിക്കലുണ്ട്, ഉമ്മാരെ ഇങ്ങൾക്കൊക്കെ ഒരു നിലപാടില്ലേ? നിങ്ങളൊന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കി. ഞാൻ കുറ്റം പറയല്ലോ. എന്തൊരു സൗന്ദര്യവും എന്തൊരു ഇസ്സത്തും നിങ്ങളെ മുഖത്ത്. നിങ്ങളെ കാലിന്റെ ചോട്ടിൽ ആ പടച്ചോൻ സ്വർഗം പടച്ച്, സ്വർഗത്തിന്റെ 8 വാതിലും പടച്ചോൻ ഒരൊറ്റ കൂട്ടർക്കെ തുറന്നു കൊടുക്കൂന്നാ പറഞ്ഞു. ആർക്കാ? ഉമ്മാരെ ഇങ്ങക്കാ. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആരാന്നറിയ നിങ്ങൾക്ക്? എല്ലാരും നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാന്നേ കേട്ടിട്ടുള്ളൂ. നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാ, നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാ. സ്വർഗത്ത് കൂടുതലും പെണ്ണുങ്ങളാ. നരകത്തിൽ മാത്രല്ല, ഇതിന്റെ ഒക്കെ യോഗ്യത പടച്ചോ നിങ്ങൾക്ക് തന്നതേ നിങ്ങൾ ആ ഇസ്സത്തിൽ കുടുംബം കൊണ്ടടക്കാൻ വേണ്ടിയാ. പക്ഷെ ഇന്നെന്താന്ന് ചോദിച്ചാ ആദ്യം തന്നെ കുടുംബത്തിന്റെ ഗ്രൂപ്പിൽ വരും, ആരൊക്കെയാണ് മുട്ടായി കൊടുക്കാൻ പോരുന്നത് നോക്കുമ്പോഴേക്ക് കയ്യുയർത്തലൊക്കെ ഒരു 5 എണ്ണം കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലെ ഫോൺ തന്നെ വിളി വരും. പിന്നെ ഓരോരുത്തർക്കും ബേജാറാ, പടച്ചോൻ എന്റെ കൈമലിപ്പ് എന്താ കിട്ടുകയെന്ന്. മുന്നിൽത്തോളെ കൈമല് കിറ്റ്കാറ്റിന്റെ ഗോപുരം, 2ാം തോളയില് എക്ലെയറിന്റെ താജ്മഹൽ, 3ാം തോളയില് ഡയറി മിൽക്കിന്റെ കുത്തുബ് മീനാർ, അതിന്റെ ബേക്കില് വള, അതിന്റെ ബേക്കില് ഫോണ്, അതിന്റെ ബേക്കില് പിന്നെ തട്ടം കുപ്പായം ചുരിദാർ, അതിന്റെ ബേക്കില് അടിവസ്ത്രം, അതിന്റെ തായോട്ട് ഇന്നർ, ബേക്കില് കാലം കൊടയും പിടിച്ചിട്ട് 2 വയസ്സന്മാരുണ്ടാവും. കുറ്റം പറയല്ല. എന്നിട്ടത് ഇതിപ്പോ എന്തിനാ? മുന്നിൽ ഒരുത്തുണ്ടാകും ക്യാമറയേറ്റ് കുടുംബത്തില്. അങ്ങനത്തെ നിലവാരല്ല പരിപാടിക്കൊന്നും പോരുത് കേട്ടോ ആണുങ്ങള്. ചില മക്കളോട് ആദ്യമേ പറയും, എന്റെ എന്താ ഫോണ്? ഐഫോൺ. ഈ പോന്നോ? എന്തിനാ ഫോണ്? വീഡിയോ എടുക്കാൻ. എന്നിട്ട് ഓനെ മുന്നിൽ പറഞ്ഞിട്ട് പറയും, ഈ ബൈക്കുമ്പോ പോയാൽ കാർ ഇങ്ങനെ വരുന്നത് സ്ലോ മോഷൻ എടുക്കണം. ഞാൻ പറയാറുണ്ട്, ചില നിക്കാഹിനൊക്കെ ചിലരിന്നെ വിളിക്കും. എന്നിട്ട് എന്നോട് പറയും 11 മണിക്കാ മൗലവി നിക്കാഹ്, നിങ്ങൾ കറക്റ്റിന് എത്തിക്കോളൂ എന്നറിയും. ഞാനെല്ലൂടെയും വെപ്രാളപ്പെട്ട് ബേജാറായിട്ട് 10:55 എത്തുമ്പം വീട്ടിൽ കയറി ചെല്ലുമ്പോ അവരെന്നോട് അറിയും, നിങ്ങൾ വരാൻ ലേറ്റായ ബേജാറാകുമെന്ന് പേടിച്ചിട്ടാ പാന്നര കാട്ടോ നിക്കാഹ്. ഒരു 11:25 ആകുമ്പം കാണാം വീട്ടിലുള്ള പിയാപ്പനോട് വാപ്പറയും, പോയോ ഒരുങ്ങടോ, മൊയ്ലിയാരൊക്കെ വന്ന് ഓൻ കാണാം 5-6 ചെക്കന്മാരെ കൂടെ അകത്തേക്കൊന്നും. ഇതൊന്നും വേണ്ടാന്നല്ലോ. പക്ഷെ ഞാൻ പറയുന്ന നിങ്ങൾ ബാക്കി ചിന്തിച്ചാൽ മതി. അവസാനം 11:45 12 12:10 ഒരുങ്ങി പുറത്തേക്ക് ഇങ്ങനെ പിയാപ്പിൾ എങ്ങനെ വരും 10-15 കൂട്ടുകാരെ കൂടെ. എന്നാ വാതിൽ കടന്ന് പുറത്തേക്ക് എത്തുക ഇല്ല. കാരണം എന്താ? ക്യാമറമാൻ ചെന്നിട്ട് പറയും, പെട്ടെന്ന് ഇറങ്ങരുത്, വലത്തേക്കാലിങ്ങനെ സ്ലോ മോഷനിൽ വെക്കണം. ഓൻ സ്ലോ മോഷനിലാക്കി തരും. എന്നിട്ട് നേരെ ചെന്നിട്ട് ഇങ്ങനെ വാപ്പാനെ ഒന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം. ആയുസിൽ വാപ്പാന്റെ മേത്തോടാത്തോനായിരിക്കും.
അതും ക്യാമറ കിട്ടണം, പിന്നെ ഉമ്മാന്റെ അടുത്ത് വേണം കുനിഞ്ഞു നിൽക്കണം, ഉമ്മാനൊന്ന് അണച്ചു വിട്ടണം. ഉമ്മയൊരു ഉമ്മയൊക്കെ തരും. ഏത് 2ാം വയസ്സ് കിട്ടിയ ഉമ്മ പിന്നെ കിട്ടുന്ന 24ാമത്തെ വയസ്സിൽ വീണിട്ടാൻ പോകുമ്പോഴാണ്. അതിനുശേഷം വല്യമ്മ ഉണ്ടാകും. ആയുസിന് വല്യമ്മന്റെ അടുത്ത് പോയി നോക്കാത്തവൻ, വല്യമ്മ ഒരു ആവശ്യം പറഞ്ഞാൽ ചെയ്തു കൊടുക്കാത്തൻ. അതൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി കാട്ടുകാരോടും കാരണവന്മാരോടൊക്കെ അങ്ങനെ സമ്മതം വാങ്ങി അങ്ങനെ വേദിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ 12:33. അപ്പൊ കാണാ ഈ ഏൽപ്പിച്ച തല നരച്ച ചില കാരണവന്മാരോ കുടുംബത്തിലുള്ള മാമന്മാരൊക്കെ വന്നിട്ട് ഇന്റെ ചൂട്ടിലൊക്കെ പറയും, ബാങ്ക് കൊടുക്കാനായിട്ട് വേഗം അങ്ങ് നിർത്തിക്കാൻ വേണ്ടിട്ടോ. ഇതെന്നെ ഒരു വർക്കത്തില്ലായ്മയാണ്, ഇത് തന്നെ ഒരു വർക്കത്തില്ലായ്മയാണ്. കാരണം 100 കണക്കിന് മനുഷ്യന്മാരെ 1 മണിക്കൂർ അങ്ങ് നഷ്ടപ്പെടുത്തി. ആ 1 മണിക്കൂറിന്റെ കണക്കെ വാപ്പാരും മക്കളും ഉമ്മയും കെട്ടിയോനും കെട്ടിച്ചോളും. പടച്ചോനോട് പറയാൻ റെഡി ആയിക്കോ, ചില്ലറക്കാരിയല്ല. ഞങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ കാരണം ഒരു 10 മിനിറ്റ് ആണെങ്കിലും ഞാൻ പടച്ചോനോട് പറയും, വിളിച്ച് നാണം കെടുത്തി ഇരിപ്പിച്ചതാ റബ്ബേ, ഒരു കാരണവും ഇല്ലാണ്ട്. ആ 10 മിനിറ്റിന്റെ കണക്ക് ഓൻ പറയും, ഞാൻ ചൂണ്ടി പറയും, അള്ളഹാനോട് പറയും. ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം ആ 10 മിനിറ്റിന് പടച്ചോങ്ങളെ വേർപ്പിൽ നിർത്തും. ഇതിന്റെ വാക്കല്ല, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാ, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോകുന്നു. പിന്നെ ഓരോരുത്തരും തെരയലായി, നോക്കലായി, പരിഗണനയായി. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു മലപ്പുറം ജില്ലയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം അവളെ നിറത്തിന്റെ പേരിൽ കുടുംബക്കാര് കുറ്റപ്പെടുത്തിയെന്ന്. കല്യാണത്തിന്റെ അന്ന് പെൺകുട്ടീനെ കണ്ടപ്പോ എല്ലാരും പറഞ്ഞു, എന്റെ ഭാഗ്യ മോനെ ലോട്ടറി അടിച്ചതാണ്. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഏത് കർത്തേനെയും വെളുപ്പിച്ച് ചുവപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവെക്കുമ്പോ ബാപ്പൻ അങ്ങനെ നോക്കിക്കുന്നത് കാണാം, ഇത് ആരെ മോളാണ്. അത്രയേറെ ബ്യൂട്ടീഷ്യന്മാർക്ക് പൈസ കൊടുക്കുന്നോലെ. ഞാൻ അതിന്റെ കൂടെ പറയട്ടെ, ചുണ്ട് ചുവപ്പിക്കലും പിരികം പഠിക്കലും ഒക്കെ ഇന്ന് തുടങ്ങിയതല്ല. 1400 കൊല്ലം മുൻപ് ലോകത്തിന്റെ പ്രവാചകൻ ഹബീബ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് കണ്ണു കലങ്ങിയിട്ട് പറഞ്ഞു, ലഅനത്തുല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ആരെ? അന്നാമിസാത്തു വൽ മുതനമ്മിസാത്തു അൽ വാസിമാത്തു വൽ മുതവസ്സിമാത്തു. പിരികം വടിക്കുന്നവളെയും വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ സംശയമുണ്ട്, അറബി അറിയാവുന്ന ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ പൊരയിലുണ്ട്, നിങ്ങൾ തെരഞ്ഞോ. പിരികം വടിക്കുന്നവളെയും വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും. ഇന്ന് വടിക്കാന്നല്ല പറയാ, അതൊക്കെ മോശം ഏർപ്പാടാ, പ്ലക്ക് ചെയ്യാൻ. എന്നാ പിന്നെ പരിഷ്കരിച്ചു. ഇപ്പൊ അങ്ങനെയാണല്ലോ. ആരാ ഒരു കാലഘട്ടത്തിൽ ഏതോ ചെക്കന്റെ കൂടെ പെൺകുട്ടീനെ കണ്ടാലോ, ചീക്കൊന്ന് അങ്ങാടിയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു റൂമിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെയും ആണിനെയും കണ്ടാൽ നല്ല ജാരനും ജാരത്തിയാന്നോ പറയാ. ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. കാരണം മംഗലാപുരത്ത് പഠിക്കാൻ പോയ പെൺകുട്ടി ഒരാഴ്ചക്ക് അവധി കിട്ടിയെന്ന് കുടുംബക്കാരറിഞ്ഞപ്പോ മോളെ വിളിച്ചിട്ട് ഉമ്മ ചോദിച്ചു, മോളെ നാട്ടിക്ക് പോ, ഒരാഴ്ച അവധിയല്ലേ. മകള് തിരിച്ചു പറഞ്ഞു, ഉമ്മ കമ്പയർ സ്റ്റഡി ഉണ്ട്, പഠിക്കാൻ ഇവിടെ നിൽക്കുക. വെള്ളിയാഴ്ച വിളിച്ചമ്മ കേൾക്കുന്നത് ഞായറാഴ്ചയും കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഫ്ളാറ്റിൽ ഒരു റൂമിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അന്വേഷണത്തിന് വന്ന പോലീസുകാരൻ തൊട്ടടുത്തുള്ള കൂട്ടുകാരോടും അടുത്ത് താമസിക്കുന്നവരോടും ചോദിച്ചു, ഇവര് തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു. ബെസ്റ്റിയായിരുന്നു. ഇപ്പൊ ബെസ്റ്റിയാ, ജാരനല്ല. ജാരന്റെ പരിഷ്കരിച്ച പേരാണ് ബെസ്റ്റി. അനുവദിക്കപ്പെടാത്ത ഹലാലല്ലാത്ത ബന്ധത്തിലേക്കുള്ള യാത്ര, പരിഷ്കരിച്ച ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി വെപ്രാളപ്പെട്ടോടുക നമ്മള് എല്ലാ രംഗത്തും. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രത്തോളം പരീക്ഷിക്കപ്പെടുന്നതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. പേരറിയാത്ത എത്ര സൂക്കേടാന്നറിയോ മനുഷ്യരെ. ഈ പവറൊക്കെ എന്തുകൊണ്ടാ? അള്ളാഹ് ഇപ്പോഴും നിങ്ങളെ കാക്കുന്നത് കൊണ്ടാ അല്ലേ? ഞാൻ പറയാറുണ്ട്, 12 ഞരമ്പുകളെ കൊണ്ടാണ് പടച്ചോൻ കണ്ണു പടച്ച്. 12 ഞരമ്പുകൾക്കും പടച്ചോൻ ഓരോ നിറവും ഓരോ അടയാളവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ ഈ കസേരന്റെ ചുവപ്പാ നിന്റെ കണ്ണിലെത്തുന്നത് സെക്കൻഡ് വ്യത്യാസത്തിലാ. സെക്കൻഡ് വ്യത്യാസത്തിൽ ഞാൻ അത് നോക്കുമ്പോഴേക്കും അത് ചോപ്പാണ് എന്ന് എന്റെ കണ്ണിന്റെ ഞരമ്പുകളിലൂടെ തലച്ചോറിനെ ബോധ്യപ്പെടുത്തി, ആ തലച്ചോറിനെ മനസ്സിനെ ബോധ്യപ്പെടുത്തി, ആ മനസ്സിലൂടെ നാവുമ്മൽ വെച്ചിട്ട് പടച്ചോൻ പറഞ്ഞു ചുവപ്പാ, ഇത് കറുപ്പാന്ന്. 12 ഞരമ്പുകളെ കൊണ്ട് വർണ്ണലോകത്തിന്റെ വിസ്മയം കാണിച്ചെന്ന ഈ ഞരമ്പിൽ ഒന്നിനൊരു ക്ഷീണം പറ്റിയാലുണ്ടല്ലോ, കുടുംബം വിറ്റ് ചികിത്സിച്ചാലും അത് തിരിച്ചിട്ടൂല. ഇനി ഞാൻ പറയാറുണ്ട്, ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോടുള്ള ഒരു ഡയാലിസിസ് സെന്ററിന്റെ മിഷൻ, ആ മിഷൻ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിരിവെടുക്കാൻ തുടങ്ങി പള്ളിയിൽ നിന്ന്. ഞാൻ ചോദിച്ചു, മിഷൻ എത്രയാ അതിന്റെ സർവീസിന് വില? ഒരു പറഞ്ഞ 70,000 കൊടുക്കണം. മിഷൻ 6-7 ലക്ഷം റുപ്യാണ്. ഈ പറയുന്ന മിഷന്റെ ഉപകരണത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഡയാലിസിസ് മിഷന്റെ അതിൽ 2 വയറുകൾ ഉണ്ടാകും. ഒരു വയർ ഒരു ഞരമ്പ് ഇങ്ങോട്ട് കുത്തും, ബ്ലഡ് ഒക്കെ അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അത് അതിന്റെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിച്ച് വേറൊരു വയറിൽ കൂടെ അടുത്ത ഞരമ്പിലേക്ക് കുത്തിക്കയറ്റും. ബ്ലഡിന്റെ ശുദ്ധീകരണത്തിനാണ് ഡയാലിസിസ് മെഷീൻ. ആ ഡയാലിസിസ് മെഷീന്റെ വില 8 ലക്ഷം.
3 കൊല്ലത്തെ അവരെ വാറണ്ടി എന്ന് പറയുന്നുള്ളൂ. പിന്നെ സർവീസ് നടത്താൻ ഓരോ കൊല്ലവും 70,000 വേണം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് 42 വയസ്സായി. 42 കൊല്ലായിട്ട് നെഞ്ചിന്റെ ഉള്ളിലെ കിഡ്നി, ആ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം ഡയാലിസിസിന് മിഷൻ ചെയ്യുന്ന പ്രവർത്തന. ഡയാലിസിസിന്റെ മിഷൻ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കിഡ്നിയാണ്. ഒരു മെയിന്റനൻസ് പടച്ചോനോട് ചോദിച്ചിട്ടില്ല. ഒരു ദിവസം പോലും പടച്ചോൻ അത് പ്രവർത്തിപ്പിക്കാതിരുന്നിട്ടില്ല. ഇന്നും അതിൽ ലിറ്റർ കണക്കിന് ബ്ലഡ് കയറുന്നു, ഇറങ്ങുന്നു. ചെറുകൊടലും വൻകൊടലിലൂടെയും ചെറിയ രോമങ്ങളെ പോലെയുള്ള കൊടലിൽ പറ്റിക്കിടക്കുന്ന രോമങ്ങളിലൂടെ പടച്ചോൻ മാംസത്തെയും സസ്യത്തെയും ഘടകങ്ങളാക്കി, കഷണങ്ങളാക്കി ദഹിപ്പിച്ച് ആവശ്യമുള്ളത് മനുഷ്യന്റെ രക്തത്തിലേക്കും ആവശ്യമില്ലാത്തത് വിസർജനാളത്തിലേക്കും കൊണ്ട് എത്തിച്ചേരുന്നു. ഒരൊറ്റ രാത്രി വയറ് പണി മുടക്കിയാൽ തീരാവുന്ന പവർ എനിക്കുള്ളൂ. ഒരൊറ്റ രാത്രി പടച്ചോൻ തരുന്ന നിയമത്തൊക്കെ ശരീരത്ത് കിട്ടുമ്പോഴും ജീവിതത്തിൽ കിട്ടുമ്പോഴും അതിങ്ങനത്തെ നിലവാരം കുറഞ്ഞ ഏർപ്പാടിനൊന്നും നിങ്ങൾ പോരുത്. ഇതൊക്കെ ആർഭാടങ്ങളും പൈസന്റെയും കൊടികുത്തിയ കളികളായി മാറുമ്പോ ചിലരൊക്കെ ന്യായീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാന് 16 കൊല്ലങ്ങൾക്ക് മുൻപ്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടോ, 16 കൊല്ലങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന MMI സ്കൂളിന്റെ തൊട്ടു മുൻപിലുള്ള പള്ളിയിലാണ് ഷാദുലി പള്ളി. അതിന്റെ ഏകദേശം ഒരു 10 മീറ്റർ ചുറ്റളവിലാണ് ഓഡിറ്റോറിയം, ഒരു ഗ്രാൻഡ് ഓഡിറ്റോറിയം ഉള്ളത്. അവിടെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കല്യാണം ഉണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കല്യാണത്തിന്റെ വെറൈറ്റി പ്രത്യേകത? അപ്പൊ എന്നോട് പറഞ്ഞു തലേന്ന് എല്ലാവരും മഞ്ഞ. അപ്പൊ ഞാനിതെന്താ ഒരു മഞ്ഞലൊടു, മഞ്ഞപ്പൂവ്, മഞ്ഞ, എല്ലാം മഞ്ഞ. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചപ്പോ കുടുംബക്കാരൻ പറയാ, എന്നോട് കുടുംബക്കാരൊക്കെ പറഞ്ഞു മഞ്ഞ കല്യാണാണ്, അതൊരു പുതിയ ആചാരാണല്ലോ മൗലവി, നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അന്ന് പ്രസംഗിച്ചു, അത് ശരിയല്ല. കാരണം തുടങ്ങി വെക്കുന്ന പലതും നമുക്ക് നിർത്താനാവൂല. 1940-ലും 50-ലും കേരളത്തിലെ പ്രമാണിമാരായ വാപ്പാര് അവരെ പെൺമക്കളെ കെട്ടിക്കുമ്പോൾ തറവാടിന്റെ പോരിശയും പണത്തിന്റെ വലുപ്പവും കാണിക്കാൻ വേണ്ടി പെൺമക്കളുടെ കഴുത്തിലും കാലിലും 100-ഉം 150-ഉം പവനിട്ട് കൊടുത്തു. 1960 ആകുമ്പോഴേക്കും കേരളത്തിലെ ആൺകുട്ടികൾ പറഞ്ഞു, എനിക്കൊരു 25 പവനോ 50 പവനോ 25 ലക്ഷം റുപ്യോ കിട്ടിയില്ല, ഒറ്റ പെണ്ണിനെ ഞാൻ കെട്ടൂല. എത്ര പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി വാപ്പാര് കടമെടുക്കേണ്ടി വന്നു, എത്ര കുടുംബത്തിൽ പണയപ്പെടുത്തേണ്ടി വന്നു, എത്ര മക്കൾക്ക് സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ കണ്ണീര് കുടിക്കേണ്ടി വന്നു. തുടങ്ങി വെക്കുന്ന മാതിരി എളുപ്പല്ല മനുഷ്യരെ അത് നിർത്താൻ ഏത് കാര്യവും. അങ്ങനെ അത് പ്രസംഗിച്ച സമയത്ത് പിറ്റേന്ന് മുതല് ഭയങ്കര വിമർശനം. എന്നോട് ഓരോരുത്തർ ഫോൺ വിളിച്ചിട്ട് ചീത്ത, അല്ലാണ്ട് കുറെ കുറ്റപ്പെടുത്തലുകൾ. നിങ്ങൾ എന്തിനാപ്പത് പറയാൻ പോകുന്നത്? ഓലെ പൈസയല്ലേ, ഓൽക്ക് ചെയ്യുന്നതിന് എന്താണ് എന്നൊക്കെ. ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചത് അന്ന് ഇന്നും ഒരു ചോദ്യമാണ്. ഈ 2 കണ്ണ് പടച്ചോൻ തന്ന എന്റെ മുഖത്താ, അതിന്റെ അർത്ഥം ഈ 2 കൊണ്ട് എനിക്ക് എന്തും കാണാന്നല്ല, ചിലത് കാണരുതെന്ന് പടച്ചോനാ പറഞ്ഞത്. ഇതിന്റെ 2 നാവിന്റെ ഇടയിൽ, തൊള്ളന്റെ ഇടയിൽ, അല്ലെങ്കിൽ ചുണ്ടിന്റെ ഇടയിലുള്ള നാവ് ഇന്റതാ, ഇതുകൊണ്ട് എന്തും പറയാന്ന് പടച്ചോനോട് പറഞ്ഞിട്ടില്ല. ചിലത് പറയരുതെന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മുഖത്തിരിക്കുന്ന ചെവി കൊണ്ട് എനിക്ക് എന്തും കേൾക്കാന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. ചിലത് കേൾക്കരുത്, കേൾക്കാൻ നിൽക്കരുത് എന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റബ്ബ് പറഞ്ഞു പൈസ നിങ്ങളുടേതായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് തോന്നിയ മാതിരി ഉപയോഗിക്കരുത് എന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ചോദിക്കുന്നു, അന്ന് അവർ വിമർശിച്ചവരൊക്കെ പിന്നീട് ഇന്നിപ്പോ അതവിടെ എത്തി ഒരു മഞ്ഞമ്മല് നിൽക്കുവോ? കഴിഞ്ഞ ദിവസം ഒരു വിയാപ്പള വന്ന് എന്നോട് എനിക്ക് ആദ്യമൊക്കെ നിങ്ങളെ പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു ഇതൊക്കെ എന്തിനു പറയാൻ, ഇപ്പൊ എനിക്ക് തിരിഞ്ഞു മൊയിലവിയെന്ന്. ഞാൻ ചോദിച്ചെന്തേ? ഒന്നുമില്ല, നിങ്ങൾ അന്ന് ആ കല്യാണത്തിനെ പറ്റിയിട്ടും ഈ വസ്ത്രത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് എനിക്കത് അത്ര അങ്ങോട്ട് ഓടിയിട്ടില്ല. ഇപ്പൊ കുടുംബത്തില് നോമ്പിന്റെ ഒരാഴ്ച മുൻപ് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഏതായാലും കല്യാണത്തിനൊക്കെ ഒന്ന് പോണം, പെണ്ണുങ്ങളെ കുടുംബമാണ് എന്ന് കരുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുടുംബ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ്, ഒരു അമ്മായിന്റെ വക, എല്ലാരും വ്യാഴാഴ്ച ഒത്തുകൂടണം, വ്യാഴാഴ്ച എല്ലാരും കറുപ്പ് ഇട്ട് വരണം. ഒരു മൂത്തമ്മ അമ്മായി പറഞ്ഞതാ, കറുപ്പ് ഇട്ട് വരണം, എല്ലാരും കറുപ്പാവണം. അപ്പൊ ഓൻ പറഞ്ഞു അൽഹംദുലില്ലാ, കറുപ്പായതുകൊണ്ട് എനിക്ക് ഭാഗ്യമായി, കാരണം എനിക്ക് കറുപ്പുണ്ട്, പെണ്ണുങ്ങൾക്ക് കറുപ്പുണ്ട്, മക്കൾക്കും കറുപ്പ് എന്നോ 2 എഴുതെങ്കിലും വാങ്ങാന്ന് കരുതി അത് അഡ്ജസ്റ്റ് ചെയ്ത്. ആ കറുപ്പല്ല ഉള്ളൂ എന്നുള്ള സമാധാനത്തിൽ ഞാനിങ്ങനെ നിൽക്കുമ്പം വേറൊരു അമ്മായി ഉണ്ട്, അതിന്റെ പിറ്റേന്ന് ഇടുന്നു, വെള്ളിയാഴ്ച എല്ലാവരും പച്ച ഇട്ട് വരണം. അപ്പൊ ഓൻ പറഞ്ഞ പോലെ ഇനിയിപ്പൊ പച്ചയും കൂടി വാങ്ങാൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്തേം വൈക്ക് പറഞ്ഞ പോലെ ഞങ്ങളേട്ടേം പോയി കളയേണ്ടി പിയാപ്പിള തിരക്കിലാന്ന് ഞാൻ പറഞ്ഞോളാം. ഇതില്ലാത്തതല്ല, ഉള്ളത് പറയാം. അവസാനം ഓൻ പറയാ കടം വാങ്ങി ഞാൻ വാങ്ങണ്ടി എന്ന്. തലേന്നത്തേക്ക് വേറെ റോസ് കളറ്, ചോപ്പ് കളറ്, പിറ്റേന്നത്തേക്ക്. എന്നിട്ട് അതിന്റെ ഇടക്കിന്റെ മോളെ കൂട്ടിക്കൊണ്ടുപോയി എന്തിന്? അരികുത്ത് കല്യാണം. എന്താ അരികുത്ത് കല്യാണം എന്ന് പറഞ്ഞാല്
ചട്ടയും മുണ്ടും ധരിപ്പിച്ചിട്ട് പഴയ തറവാട്ടിലെ ഏതെങ്കിലും ഒരു ഹിന്ദുക്കളെ കുടുംബത്ത് പോയിട്ട് അമ്മിമേലിട്ടിട്ട് ഉരലിലിട്ട് കുത്തുക, വീഡിയോ എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങ കയ്യിൽ എന്തായും ബേജാറ്? ഒന്നുമില്ല, പണ്ടത്തെ ചട്ടയും മുണ്ടും കിട്ടാൻ നാട്ടിലുള്ള സർവ്വ പുരയിലും വല്യന്മാരെടുത്ത് പോയി കിട്ടിയില്ല, അവസാനം അതും വാങ്ങേണ്ടി വന്നു. ഇതൊക്കെ നമ്മൾ വരുത്തി വെച്ച നിങ്ങൾക്ക് നിർത്താൻ പറ്റും തോന്നുന്നുണ്ടോ? നിർത്താൻ പറ്റും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതില്ലാത്തൊരു കല്യാണപ്പുരയിൽ പോയി തലേന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോ നാട്ടുകാർക്ക് എവിടുന്ന അയമേന്റെ കല്യാണപ്പുരന്ന്, നദീറിന്റെ കല്യാണപ്പുരന്ന്, കല്യാണമൊക്കെ എങ്ങനെ ഉണ്ട്? ഒരുറങ്ങിയ കല്യാണം. ഇതൊന്നുമില്ല. എല്ലാ രംഗത്തും പണ്ട് ഞാൻ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു കല്യാണം തീരുമാനിക്കുമ്പോൾ ചീക്കോന്നാണെങ്കിലും ഒരു തലമുതിർന്ന കാരണവരെ വിളിച്ചിട്ട് കുടുംബക്കാരൻ പറയും, ഭക്ഷണമൊക്കെ ഈ നോക്കണട്ടോന്ന്. എന്തൊരു ഐക്യായിരുന്നു അത്. ഞാനൊക്കെ നിന്റെ വാപ്പനെയും നാട്ടിലെല്ലാരും ഏൽപ്പിക്കുക, അതിനെ ഏൽപ്പിച്ചാൽ അത് ഭംഗിയാവുന്നതിന് പറയാ. എന്നിട്ട് എന്റെ വാപ്പന്റെ കണ്ണു മുമ്പ് കൂടെ ഞാനിങ്ങനെ നടക്കേനു, ഇതിന് വെള്ളം പാരാനെങ്കിലും വാപ്പ എന്നെ വിളിക്കും. പക്ഷെ എല്ലാരും വാപ്പനെ ഏൽപ്പിക്കും. ഓരോരുത്തരെയും ഈ ചോറ് കൊടുത്താൽ മതി, ഓൻ തട്ടുചോറ് തട്ടട്ടെ, ഇവൻ കറി വിളമ്പട്ടെ, ഭംഗിയിലെല്ലാം കഴിയും. ഇന്ന് ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോ തന്നെ, വിളിക്കുമ്പോ തന്നെ ചോദിക്കും എപ്പോഴാ കല്യാണം? വൈകുന്നേരം 4 to രാത്രി 8 മണി വരെ. എന്നിട്ട് ഏകദേശം സമയത്തിന് പോയിട്ടും പ്ലേറ്റും പിടിച്ച് ക്യൂ നിൽക്കണം. എന്നിട്ട് തന്നെ ഓരോരുത്തർ കോരിയിടുന്നവന്റെ മുഖത്തേക്കൊക്കെ നോക്കിയിട്ട് ദയനീയ ഭാവത്ത് പറയും, മോനോട് ഉണ്ട്, രണ്ടഷ്ണോട് ഉണ്ട്. ബേജാറായിട്ടും വെപ്രാളായിട്ടും എരന്ന് തിന്നിട്ടും ചിലർ എരക്കാതെ നിന്നിട്ടും. ഇനി ഇതിനൊക്കെ നേതൃത്വം വഹിക്കേണ്ടവരും കുടുംബക്കാരൊക്കെ എവിടെയായിരിക്കും? ഓല പാട്ടിലും സന്തോഷത്തിലായിരിക്കും. ഗാനമേള ട്രൂപ്പ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണും പെണ്ണും കുത്തയിഞ്ഞ് തുള്ളുന്ന പാടുന്ന പാട്ടിനനുസരിച്ച്. ഇന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇതേപോലെ ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടപ്പം ഒരു പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം 8 മണിയായി. ആ 8 മണിക്ക് ഭാര്യയും മക്കളെയും കൂട്ടിയിട്ട് കല്യാണപ്പുരയിലെത്തി. കയറി ചെല്ലുമ്പോ തന്നെ കാതടിപ്പിക്കുന്ന സംഗീത മേലാംഗം. എങ്ങനെയൊക്കെയോ ഭക്ഷണ ഹാളിലേക്ക് എത്തിയപ്പം വക്കിങ്ങനെ തുരുമ്പിച്ചു പോയൊരു വെള്ളപ്പം കിട്ടി. എന്റെ പെണ്ണുങ്ങൾക്കും കിട്ടിയില്ല, മക്കൾക്കും കിട്ടിയില്ല. എന്ത് ചെയ്യണമെന്നറിയാം, ഇത് ആരോട് പറയണമെന്നറിയാണ്ട് വെപ്രാളപ്പെട്ട് നിൽക്കുമ്പം കുടുംബക്കാരനും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് കസേരെടുത്തിട്ട് ഇങ്ങനെ തുള്ളുന്നു. എന്നിട്ട് നമ്മൾ പറയാ കാലം അങ്ങനത്തതായി പോയി, അതാപ്പ പടച്ചോൻ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നതെന്ന്. നിങ്ങൾ അള്ളാനെ പൊട്ടനാക്കരുത് കേട്ടോ. പടച്ചോൻ അത്ര പൊട്ടനൊന്നുമല്ല. വരുത്തി വെക്കുന്ന ഫിത്തിനെ ഞാനും കൂടെ അനുഭവിക്കുന്നുള്ളൂ എല്ലാ രംഗത്തും. ഇക്കഴിഞ്ഞ മാസം കോഴിക്കോട് ജില്ലയിൽ കേരളത്തിലുള്ള ഓരോരോ ഡോക്ടർമാരും രേഖപ്പെടുത്തിയല്ലോ, ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ, വൃക്ക രോഗികൾ അവിടെയാ, കോഴിക്കോട് ജില്ലയിൽ. കാരണം ഭക്ഷണപ്രിയന്മാരുടെ ലോകമായി കോഴിക്കോട് മാറി. 431 ചെറുതും വലുതുമായ തട്ടുകടകളും ഹോട്ടലുകളും ഹൈടെക് സ്ഥാപനങ്ങളുമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ. അതും പകല് 3 മണി മുതൽ പുലർച്ചെ 4 മണി വരെ. ഇക്കഴിഞ്ഞ റമദാനിന് വീട്ടിലെ ഭക്ഷണം ആർക്കും മതിയാകുന്നില്ല. മക്കൾക്ക് മതിയായോ? പലർക്കും വീട്ടിലെ ഭക്ഷണം വേണ്ട. തുറന്ന ഉടനെ തന്നെ പോവുകയാണ്. എന്ത് തിന്നാൻ? ആൾക്കാർക്ക് എന്തൊന്നു പോലും അറിയാത്ത ഭക്ഷണ സാധനം, ആമാശയത്തെ ദ്രവിപ്പിച്ച് കളയുന്ന ഭക്ഷണം. ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. റമദാന്റെ രാത്രിയിൽ ഞാനിങ്ങനെ ബീച്ചിന്റെ സൈഡിൽ കൂടെ പ്രഭാഷണത്തിന് പോകുമ്പോ അവിടെയുള്ള ഓരോ ബോർഡുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചത്. അവിടെ ഉണ്ടാവാം കേട്ടോ, നാദാപുരത്ത് ഉണ്ടാവാം, എല്ലായിടത്തിലും ഉണ്ടാകും. നോമ്പാകുമ്പോ അതൊരു ഫാഷനാ. ഫുഡ് രാത്രി റോഡ് സൈഡിൽ സ്ട്രീറ്റ് ഫുഡ്. ഞാൻ അതിലിങ്ങനെ ബോർഡുമ്പോൾ നോക്കുമ്പോ മുമ്പിലുള്ളത് കുറെ ഭരണിയിൽ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചതാ. സാധാരണ ഉപ്പിലിട്ട് വെച്ചതെന്നുള്ള കോലത്തിലാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷെ ബോർഡുമ്പോലുള്ള പേരെന്താ രസം അറിയോ? വേട്ടാളൻ, കാട്ടാളൻ, ഉദരം കലക്കി, ആത്മാവേപ്പോ. മനുഷ്യന്റെ അട്ട വയറിലേക്ക് എന്താന്ന് പോലും അറിയാത്ത സാധനങ്ങൾ കുത്തിക്കേറ്റുന്നവര്. വൃക്ക രോഗികൾ കൂടിക്കൊണ്ടിരിക്കുക, വന്ധ്യത കൂടിക്കൊണ്ടിരിക്കുക, സ്ത്രീകൾക്ക് വരെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ പേരുകേട്ട 10ഓളം അതുരാലയങ്ങൾ ആശുപത്രികളിൽ. കോഴിക്കോട് ജില്ലയിലെ 3 പേരുകേട്ട ആശുപത്രി അമേരിക്കൻ ബേസ് ചെയ്ത കമ്പനി 7000 കോടി ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ല, പത്രം പറഞ്ഞ. ഇന്ത്യൻ ഗവൺമെന്റ് അനുവാദം കൊടുത്തു. ബേബി മെമ്മോറിയൽ, മിംസ് ഹോസ്പിറ്റൽ, മൈത്ര ഹോസ്പിറ്റൽ, 3 സ്ഥാപനങ്ങളിൽ 7000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് അമേരിക്കൻ ബേസ് ചെയ്ത ഇംഗ്ലീഷ് കമ്പനിയാണ്. അതിനവര് പറഞ്ഞ മറുപടി, ലാഭകരമായ കേരളത്തിലെ ബിസിനസ് ഒന്ന് ഹോട്ടലും ഒന്ന് ഹോസ്പിറ്റലുമാണ്. എത്ര സൂക്കേട് നമ്മൾ വന്നു. 25-ാമോ 30-ാമത്തെ വയസ്സിൽ അതാ ആൻജിയോപ്ലാസ്റ്റും കഴിഞ്ഞ്. ആർക്ക്? ചെറുപ്പക്കാരന്. 12 വയസ്സുള്ള കുട്ടിക്ക് ഡയബറ്റിക്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? നിയന്ത്രിതമല്ലാത്ത സംസ്കാര രീതിയിലേക്ക് നമ്മൾ മാറിയപ്പം കുടുംബം അങ്ങനെ കൈവിട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങി. ശൈലികൾ മാറി. രാത്രി മുഴുവനും റോട്ടില്, പകല് മുഴുവനും കിടന്നുറങ്ങുക. അല്ല രാത്രിയെ പറ്റി പറഞ്ഞതെന്താ? രാത്രി നിങ്ങൾ ഉറങ്ങണം, ഉറങ്ങിയേ മതിയാവും. അപ്പൊ ചിലര് ചോദിക്കും, രാത്രി പണിയെടുക്കുന്നവരൊക്കെ അല്ലേന്ന്. അതല്ലല്ലോ ഇത്. രാത്രി അനാവശ്യമായി റോട്ടിന്റെ സൈഡ് കുത്തിരുന്ന് കഥ പറഞ്ഞ് സൊള്ളി
രാത്രി 1 മണിക്കും 2 മണിക്കും വരെ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിന്റെ ഹാങ് ഓവറോട് കൂടി വന്നു കിടന്ന് രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കാത്ത മകനെ തട്ടി വിളിച്ചിട്ട് ഉമ്മ പറയാ, ഈ എണീക്കുമ്പോ കുടിച്ചോളൂ വേണ്ടി ഞാൻ മേശപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്, ഉമ്മക്ക് വേറെ കുറെ തിരക്കുണ്ട്. സംസ്കാരങ്ങളും രീതികളും മാറിയപ്പോ അസുഖങ്ങൾ കൂടി, ബന്ധങ്ങൾ തകർന്നു. ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, ആർക്കും ആരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. ഉണ്ടോ? ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുമ്പം നമ്മളെ കുടുംബത്തെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണം. അന്നാമിസാത്ത് വൽ മുത്തനമിസമാത്ത്, ഞാൻ അതും കൂടെ പറയാം. ചായം തേക്കുന്നവളെയും ചായം കുത്തുന്നവളെയും ഉലമാക്കൾ അതിൽ ഇന്നത്തെ ഭാഷയിൽ രേഖപ്പെടുത്തി ചായം തേക്കുന്നവൾ. നിങ്ങൾക്കെല്ലാവർക്കും ഗൂഗിൾ ഉണ്ട്, പ്രത്യേകിച്ച് ഇപ്പോ പല സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങളൊന്ന് എടുത്ത് അടിച്ചു നോക്കണം മാരെ. ഞാനത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കേരളത്തിൽ വൃക്കരോഗികൾ പെണ്ണുങ്ങളിൽ കൂടാനുള്ള കാരണം, മക്കളിൽ കൂടാനുള്ള കാരണം അവരുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിയന്ത്രിതമല്ലാത്ത ഉപയോഗമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വാണിജ്യം നടക്കുന്നതൊന്നും പടക്കോപ്പുകളാ. അത് രാജ്യങ്ങൾ തമ്മിലാണ്, കോടാനുകോടിയുണ്ട്. പക്ഷേ അല്ല, അതിന്റെ താഴെ നടക്കുന്ന ഏറ്റവും വലിയ കച്ചവടം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ലോകാടിസ്ഥാനത്തിൽ കോസ്മെറ്റിക് ഉപകരണങ്ങളാണ്. ഈ കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കള്. സൗന്ദര്യവർദ്ധക വസ്തുവിന് ഈ ലോകം ചെലവാക്കുന്ന പൈസ 530 ബില്യണാണ്. 530 ബില്യൺ എന്ന് പറഞ്ഞാൽ 530 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 5,30,000 കോടിയിലധികം മനുഷ്യൻ ഉപയോഗിക്കുന്നത്, ചെലവാക്കുന്നത് കോസ്മെറ്റിക്കിന് വേണ്ടി, സൗന്ദര്യവർദ്ധക വസ്തുവിന് വേണ്ടി. ഇതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുക എങ്ങനെയാണെന്നറിയോ? ഈ ലോകം ഒട്ടുക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോകം ചെലവാക്കുന്ന പൈസ എത്രയാണെന്നറിയോ? 17 ബില്യൺ. വെറും 17 ബില്യൺ. അതിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനം പെടും, ഇന്ത്യയിൽത്തത് പെടും, യൂറോപ്പിൽത്തത് പെടും, ഏഷ്യയിൽ പെടും, മറ്റ് ആഫ്രിക്കൻ രാജ്യത്തുള്ളത് പെടും. എല്ലാറ്റിനും കൂടി ലോകത്ത് ചെലവാക്കുന്ന പൈസ 17 ബില്യൺ വിദ്യാഭ്യാസത്തിന്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന് ലോകത്ത് ചെലവാക്കുന്നത് 120 ബില്യൺ. മനുഷ്യന്റെ കോസ്മെറ്റിക്കിന് ഉപയോഗിക്കുന്നത് 530 ബില്യൺ. അതിന്റെ പരിണിത ഫലമാണ് 2ാം ക്ലാസ്സിൽ മദ്രസയിൽ വരുന്നതിന്റെ ചുണ്ടും കാണാൻ ചോത്തിട്ട് ഉമ്മന്റെ വേഗം എടുത്ത് വരട്ടിയാന്നാ പറയാ. കുറ്റല്ലട്ടോ, ആക്ഷേപിക്കുകയല്ല. ഇനി ചിലര് പറയും പുറത്ത് പെരട്ടല്ലേ ഉള്ളൂ, ഇതിപ്പോ ഉള്ളോട്ട് തിന്നൊന്നുമല്ലല്ലോ. ഇപ്പൊ ഒന്ന് വീണ് കസേരന്റെ കാലിന് കൈ തച്ചു, ഇവിടെ മുഴച്ചു. ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ ഓയിൽമെന്റ് പെരട്ടണം. നമ്മളെന്താ ചോദിക്കാം? മേലെ പെരട്ടിയിട്ട് ഇപ്പൊ എന്താന ഓയിൽമെന്റ് തിന്നാ മതിയോ എന്ന് ചോദിക്കുവോ? ഇല്ലല്ലോ. ഇത് മേലെ പെരട്ടുമ്പം ഓരോ രോമത്തിന്റെയും കോശത്തിന്റെയും ഉള്ളിലൂടെ അടിയിലേക്ക് പോകും, എല്ലുകൾക്ക് അത് ബലം കൊടുക്കും, നീര് വലിയും. കാരണം അത് ശരീരത്തിന്റെ കിഡ്നിയിലേക്ക് പോകുന്നുണ്ട്, ആ കിഡ്നി അത് അറിയിക്കുന്നുണ്ട്, ആ നീര് വലിയുന്നുണ്ട്. അതുകൊണ്ട് ഓയിൽമെന്റ് തേക്കുമ്പോഴും അവിടുത്തെ മുഴ പോകുന്നത് നീര് വലിയുന്നത്. അങ്ങനെയാണെങ്കിൽ ചുണ്ടിൽ പുരട്ടുന്ന ഒരു ലിപ്സ്റ്റിക് കൊണ്ട് അത് നേരെ പോകുന്നത് കിഡ്നിയിലേക്ക്, വൃക്കയിലേക്ക് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞല്ല. കേരളത്തിൽ പ്രൊഫക്സൽ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഡോക്ടർമാരുടെ സമ്മേളനം നടത്തിയപ്പോൾ അതിലൊരു ചോദ്യം ഇതായിരുന്നു. 16 ഡോക്ടർമാർ ഒരു വേദിയിലിരുന്ന് പറഞ്ഞു, ഇന്ന് കേരളത്തിൽ കിട്ടുന്നത് കൂതറ ലിപ്സ്റ്റിക്കുകളാണ്. നല്ല ലിപ്സ്റ്റിക് തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേൽ രാജ്യം പ്രൊഡക്റ്റ് ചെയ്യുന്നത് പല അറബ് രാജ്യങ്ങളിലും ഇവിടെയുള്ള പൈസന്റെ ആയിരങ്ങൾക്കപ്പുറത്താ. ഇന്ന് 120 രൂപക്കും 150 രൂപക്കൊക്കെ നിങ്ങൾ ഫാൻസിയിൽ നിന്നും വാങ്ങുന്ന കൂതറ സാധനങ്ങളുണ്ടല്ലോ, അത് വൃക്കരോഗികളെയും കിഡ്നി രോഗികളെയും കേരളത്തിൽ നിന്നല്ല ഓരോ കുടുംബത്തിന്റെയും സങ്കടത്തിന് കാരണമാകുന്നുണ്ട് എന്ന് ശാസ്ത്രവും ചരിത്രവും രേഖകളും രേഖപ്പെടുത്തുമ്പോ നമുക്കിപ്പോഴും തിരിഞ്ഞിട്ടില്ല. നമ്മളത് പറയുമ്പോൾ പറയുന്നത് അറിയോ? അയാൾക്ക് എന്താ പ്രസംഗിക്കുന്നതിന്? അയാൾക്കൊരു സൗന്ദര്യബോധമില്ലാത്ത മദ്രസ പൊട്ടൻ ഇതാ വരിക. നല്ലത് പറയുമ്പോൾ ആൾക്കാർക്ക് അതാ ഇഷ്ടപ്പെടാത്ത. അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയാ. ഞാൻ പറയലുണ്ട്, നല്ലത് പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമല്ലേ എന്നറിയണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച താഴെ വന്ന് ബാക്ക് ചാരിയിരിക്കുന്ന പെണ്ണുങ്ങളോടോ ആണുങ്ങളോടോ ഒന്ന് മുന്നോട്ട് കയറിയിരിക്കട്ടോ സൊപ്പൊപ്പിച്ചെന്ന് പറഞ്ഞോ നമ്മളെ ഒരു നോട്ട, ഈ നമ്മൾ നന്നാക്കണ്ട, ഈ പോയി നന്നായാ മതി. ഞാൻ ചിലപ്പോഴൊക്കെ ഹുത്തുബ നടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലരിന്റെ കൈ പിടിച്ചിട്ട് പറയും, നല്ല ഹുത്തുബയായിട്ടോ ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടതാണ്. ഞാൻ ആ സന്തോഷത്തിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഉണ്ടാവും ഉമ്മ ഇങ്ങനെ കണ്ണു നിറഞ്ഞു കൊലായി കുത്തിക്കുന്നത്. ഞാൻ ചോദിക്കും എന്തേ ഉമ്മ? എന്റെ ഇന്നത്തെ ഹുത്തുബന്റെ കമന്റിങ് വായിച്ചോ? ഞാൻ ചോദിച്ചു എന്തേ? അതിൽ 10 കമന്റ് വന്നിട്ട് 9 വാപ്പക്കെതിരെയാണ്. എന്റെ വാപ്പനെ വിളിച്ചതാണ്, 10ാമത്തെ ഉമ്മനെ വിളിച്ചതാണ്. എന്റെ അമ്മനെയും വാപ്പനെയും ഞാൻ തെറി കേട്ടത് ഞാൻ അള്ളാന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ. ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല നല്ലത് പറയുന്നത്. റസൂലുള്ള പറഞ്ഞത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതിയിട്ട് പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. കാരണം ഞാൻ എന്റെ കുടുംബം പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നാളെ പടച്ചോന്റെ മഹിഷറയിൽ നിങ്ങളെയും പടച്ചോൻ കൊണ്ടുവരുമ്പം അല്ലാഹുമ്മ അഷ്ഹദ്, നീ സാക്ഷി റബ്ബേ,
ചീക്കൊന്ന് പ്രദേശത്തെ നല്ലവരായ ഉമ്മാക്കും ബാപ്പാക്കും ഞാനത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ പാടായി നിങ്ങൾക്ക് വേണ്ടത് സ്വീകരിക്കാം, തള്ളിക്കളയാം. ഒരാളും മതത്തിൽ നിർബന്ധം ചെലുത്തൂല. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ നല്ല സ്വഭാവങ്ങൾ വരണം, നല്ല ചുറ്റുപാടുകൾ വരണം. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും ആവേശത്തോടെ മക്കൾക്ക് വേണ്ടി മാർഗം കാണിച്ചു കൊടുക്കണം. ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായി കിട്ടുക എന്നുള്ളത് വലിയൊരു ഹൈറായിക്കൊണ്ടിരിക്കുക. കാരണം അത്രയേറെ ഭൗതിക വിദ്യാഭ്യാസം തലക്ക് പിടിച്ച് മദ്രസ പോലും എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര മനോഹരമായിട്ടാണ് ആ മക്കള് ഓരോ ആയത്തുകളും ഓരോ വാക്കുകളും ഇവിടെ അവതരിപ്പിച്ച് അതിനുവേണ്ടി തയ്യാറായ മാതാപിതാക്കള്, അതിനുവേണ്ടി പണിയെടുത്ത ഇതിന്റെ അധ്യാപകര്, സാമ്പത്തിക ചെലവാക്കുന്നവര്, ഇവരൊക്കെ ഒരു കൂട്ടായ പരിശ്രമം നടത്തുന്നത് അവനാന്റെ പൊരയിലേക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടല്ല, ഈ സമൂഹം നന്നാവണമെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ പേച്ചു പോകുന്ന സമൂഹത്തിന് വഴി കാണിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനം മാത്ര. ഇവിടെയുള്ള പലരും എല്ലാ കഥകളും കെട്ടുകഥകളും നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും സമൂഹത്തെ കൊണ്ടുപോകുമ്പോ, അതല്ലെങ്കിൽ ജാതീയതയുടെയും വർഗീയതയുടെയും പേരിൽ തല്ലിക്കുമ്പോ, മനുഷ്യന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് തമ്മിൽ കൊലപാടെടുക്കാൻ വേണ്ടി പകയും വൃത്തികേടുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, ഉമ്മത്തിനെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തി പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം, ഒരേ ഒരു ഇസ്ലാം, ഒരേ ഒരു പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാ. കാരണം അയൽവാസി പട്ടിണി കിടക്കുമ്പം വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ മുസൽമാൻ അല്ലെന്നും, അയൽവാസി അമുസ്ലിം ആണെങ്കിൽ പോലും നീ ഇസ്ലാമിൽ പെടില്ലെന്നും ലോകത്തെ പഠിപ്പിച്ച ഒരു മതമുണ്ടെങ്കിൽ അതെന്റെ പ്രവാചകന്റെ മതമാ. അതേതെങ്കിലും പൊട്ടിത്തെറിക്കുന്ന ചാവറുകളെ നോക്കി ഇസ്ലാം തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും മതമാണ് എന്ന് ലോകത്തുള്ള ഇസ്ലാമിസ്റ്റുകൾ വ്യാഖ്യാനിക്കുമ്പോ അവരുടെ വാക്കുകളിൽ നിന്നല്ല ഇസ്ലാമിനെ പഠിക്കേണ്ടത്. ഉറുമ്പ് കൂട്ടങ്ങളെ കരിക്കുന്നവനെ പച്ചക്ക് ഞാൻ കരിക്കുമെന്ന് മിണ്ടാ പ്രാണികൾക്ക് വേണ്ടി സംസാരിച്ച എന്റെ റബ്ബിന്റെ മതം. ആദ്യമായി ഒരു അമുസ്ലിം മരിച്ചു കിടക്കുന്നത് കണ്ടപ്പം അമുസ്ലിമിന്റെ മുൻപിൽ വെച്ച് തലപ്പാവൂരി ഒരു അമുസ്ലിമിന്റെ മയ്യത്തിനോട്, ശവത്തോട് എങ്ങനെ ബഹുമാനം കാണിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച എന്റെ പ്രവാചകന്റെ മതം ഒരിക്കലും ഒരു തീവ്രവാദത്തിന്റെ മതമല്ല. അന്യായമായി നീ ഒരാളെ കൊന്നാൽ അത് കാശ്മീരിന്റെ തെരുവോരങ്ങളിൽ പോയി തീവ്രവാദം നടത്തി പൊട്ടിത്തെറിച്ചാലും, ബോംബെയുടെ തെരുവോരങ്ങളിൽ തോക്കുകൾ എടുത്ത് വെടിവെച്ചു കൊന്നാലും, അങ്ങ് സിറിയയിൽ പോയി മരിച്ചാലും, അങ്ങ് ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ പോയി പണിയെടുത്താലും, കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യയുടെ രാജ്യത്തിന്റെ അഖണ്ഡതക്കും ഭംഗിക്കും തട്ടം വരുത്തുന്ന, കോട്ടം വരുത്തുന്ന ഏത് വൃത്തികേടിൽ നീ പ്രവർത്തിച്ചിട്ടുണ്ടോ, പറയരുത് നീ ഇസ്ലാമിന്റെ പേരിലേക്ക്. നീ ഇസ്ലാം അല്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച റസൂലിന്റെ മതം. ഒരാളെ അന്യായമായി കൊന്നാൽ ലോകത്തുള്ള 800 കോടി മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് നീ എന്ന് പഠിപ്പിച്ച മതം. ആ മതമാണ് പ്രവാചകന്റെ മതം, മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മതം. അമുസ്ലിമികളായ ക്രിസ്ത്യാനി വിഭാഗങ്ങൾ മദീനയിൽ വന്നപ്പോ ആരാധനക്ക് സ്ഥലമില്ല മുഹമ്മദേ എന്ന് പറഞ്ഞ സമയത്ത് മദീന പള്ളിയുടെ വാതിൽ തുറന്നു കൊടുത്ത്, മദീന പള്ളിയുടെ മുൻഭാഗത്ത് ഈത്തപ്പന കൊണ്ട് മറ കൊടുത്ത് ആ അന്യമതക്കാർക്ക് ആരാധന നിർവഹിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത മതം. അമുസ്ലിമായ ഒരു മനുഷ്യൻ തെറ്റിന്റെ പേരിൽ അഥവാ മോഷണം നടത്തി എന്ന പരാതിയുടെ പേരിൽ ബന്ധിക്കപ്പെടുകയും അവസാനം തെളിവിന്റെ സാഹചര്യത്തിൽ മോഷണം നടത്തിയത് മുസ്ലിം കുടുംബത്തിലെ പെണ്ണാണെന്നറിഞ്ഞപ്പോ ആ പെണ്ണിന്റെ കൈവെട്ടാൻ കൽപ്പിച്ച എന്റെ പ്രവാചകന്റെ മതം, അമുസ്ലിമായ ജൂതനോട് ചെയ്തു പോയതിന്റെ പേരിൽ മാപ്പപേക്ഷ നടത്തിയ എന്റെ പ്രവാചകന്റെ മതം, ആ ഇസ്ലാമാണ് എന്റെ സിരകളിൽ ഓടുന്നതെങ്കിൽ, ആ ഇസ്സത്താണ് എന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ളതെങ്കിൽ, ആർക്ക് മുൻപിലും ആർജവത്തോടെ ഞാൻ പറയും, എന്റെ നെരിയാണിക്ക് മേലെ വസ്ത്രമുയരുന്നത്, എന്റെ താടികളിൽ രോമം വളരുന്നത്, എന്റെ 5 വക്ത് നമസ്കാരം, എന്റെ മദ്രസകൾ, എന്റെ ഖുർആനുകൾ, എന്റെ ഖുർആൻ പഠന കേന്ദ്രങ്ങൾ ഒരിക്കലും മനുഷ്യനെ അകറ്റാനുള്ളതല്ല. അവിടെ പഠിപ്പിക്കുന്നത് തീവ്രവാദമല്ല, അവിടെ പഠിപ്പിക്കുന്നത് വർഗീയതയല്ല. മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാനും ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കാനും, ജാതീയതയില്ലാതെ, വർഗീയതയില്ലാതെ, തൊട്ടുകൂടായ്മകളില്ലാതെ, തീണ്ടിക്കൂടായ്മകളില്ലാതെ, മേൽജാതി കീഴ്ജാതി എന്ന വിശ്വാസമില്ലാതെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ സ്നേഹിച്ചുകൊണ്ട് പെറ്റുമ്മയെ പോലെ സംരക്ഷിക്കണമെന്നും അതിനുവേണ്ടി രക്തം ചിന്തുന്നവൻ സ്വർഗാവകാശിയാണെന്നും പഠിപ്പിച്ച എന്റെ മദ്രസകളും എന്റെ ഖുർആനിക സ്ഥാപനങ്ങളും എന്നും ഈ സമൂഹത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുന്നത്, മനുഷ്യരെ നമ്മളൊന്ന് ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാ, തിരിച്ചു പോകേണ്ടത് ഒരു ദൈവത്തിന്റെ അടുത്തേക്കാ. ഞങ്ങൾ വിളിക്കുന്ന അള്ളാഹുവും നിങ്ങൾ വിളിക്കുന്ന ഈശ്വരനും ക്രിസ്ത്യാനി വിളിക്കുന്ന കർത്താവും ഒരേ ഒരു ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരൻ ആഗ്രഹിക്കുന്നത്, ആ ഈശ്വരൻ തൃപ്തിപ്പെടുന്നത് പരസ്പര സ്നേഹത്തിന്റെയും
ഈശ്വരനെ മാത്രം ആരാധിക്കുന്നതിന്റെയും തൃപ്തിയാ. ദൈവത്തെ അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ടത് അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും ചർച്ചുകളിലേക്കും മാത്രമല്ല. നിന്നെ ഓർത്ത് പുഞ്ചിരിക്കുന്ന മാതാവിന്റെ പുഞ്ചിരിയിൽ ദൈവത്തിന്റെ കടാക്ഷമുണ്ട്. ദൈവത്തെ അന്വേഷിച്ച് നീ പോകേണ്ടത് പള്ളിയുടെ മിനാരങ്ങൾക്ക് താഴേക്കും അമ്പലങ്ങളുടെ വിളക്കുകൾക്ക് പിന്നിലേക്കുമല്ല. നിന്നെയോർത്ത് നിന്റെ അയൽവാസി സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ അയൽപ്പക്കക്കാരനായി കിട്ടിയതിന്റെ പേരിൽ അവൻ നിർഭയവാനാണെങ്കിൽ, നിനക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നത് അയൽവാസിയുടെ പുഞ്ചിരിയിലാണെന്ന് ലോകത്തെ പഠിപ്പിച്ച മതം ഇസ്ലാം എന്ന ലോകത്തെ പഠിപ്പിച്ച സന്ദേശം, ആ സന്ദേശം പഠിപ്പിക്കുന്നത് ഖുർആനിക ആയത്തുകളിലൂടെയാ. ആ ആയത്തിൽ അമുസ്ലിമീങ്ങളെ കണ്ടെടുത്തേച്ച് കൊല്ലാൻ പറയുന്നില്ല. ആ ആയത്തുകളിൽ അമുസ്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് പറയുന്നില്ല. ആ ആയത്തുകളിൽ അമുസ്ലിമീങ്ങളുടെ ഹോട്ടലുകളിൽ കയറരുത് എന്ന് പറയുന്നില്ല. ആ ആയത്തുകളിൽ നിങ്ങൾ മാതാപിതാക്കളെ അവഗണിച്ചേക്കണമെന്ന് പറയുന്നില്ല. മറിച്ച് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബ് സംസാരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാ, മനുഷ്യത്വത്തിന് വേണ്ടിയാ, സ്നേഹത്തിന് വേണ്ടിയാ. ലക്കും ദീനുക്കും വലിയ ദീൻ. അന്യമതക്കാരെ കുറ്റം പറയല്ലേ, അവരെ അമ്പലങ്ങളെ തകർക്കല്ലേ, അവർക്ക് നേരെ വെടിയുണ്ടകൾ ഉതിർക്കല്ലേ, അവർക്കിടയിൽ പോയി പൊട്ടിത്തെറിക്കല്ലേ, അവരുടെ ദൈവത്തെ കുറ്റം പറയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ വിഷുവിന് കേരളത്തിലുള്ള ഒരു സ്ഥാപനക്കാരൻ അവന്റെ ഭക്ഷണത്തിന്റെ മേലെ മറ്റൊരു ആളുകളുടെ ആരാധ്യ ചിത്രം വെച്ചപ്പോ അതിനെതിരെ സംസാരിച്ചത് കേരളത്തിലെ മുസ്ലിമീങ്ങളാ. ചെയ്യാൻ പാടില്ല. ലുക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മളുടെ മതം. മതം മനുഷ്യനെ അകറ്റാനോ മനുഷ്യനെ വെറുക്കാനോ തമ്മിൽ പേടിപ്പിക്കാനോ തമ്മിൽ ശത്രുത വളർത്താനോ ഉള്ളതല്ല. സ്നേഹിക്കാൻ, മനുഷ്യനാവാൻ, ഒരു ദൈവത്തിന്റെ അടിമകളാണെന്ന ബോധത്തോടുകൂടി പരസ്പരം ദൈവതൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ, അതാണ് മദ്രസകൾ, അതാണ് പഠിപ്പിക്കുന്നത്, അതാണ് ഖുർആനിക ആയത്തുകൾ. ആ പഠിക്കുന്ന ആയത്തിന്റെ പൂർത്തീകരണമാണ് ഹിഫ്ളാവുക, ഹാഫിളാവുക എന്നുള്ളത്. ദാറുൽ ഫുർഖാൻ ഇനിയും ഇവിടെ ഒരു വിളക്കമാടമായിട്ടുണ്ടാകും. ചിക്കൊന്നു പ്രദേശത്തേക്ക് മാത്രമല്ല. ഇതിനെ നിലനിർത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാ. അക്ഷരങ്ങളുടെ സ്ഫുടതകളോടുകൂടി, വാക്കക്ഷരങ്ങളുടെ തെളിമയോടുകൂടി, തജ്വീദിന്റെ നിയമത്തോടുകൂടി ഓരോ മക്കളും ആയത്തുകൾ ഓതുമ്പോ, രക്ഷിതാക്കളെ, ഖബറിലേക്കുള്ള സമ്പാദ്യമാ, ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാ. അതേയുണ്ടാകൂ കൂടെ. 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി പള്ളിപ്പറമ്പെന്ന് കുടുംബക്കാര് തിരിച്ചു പോകുമ്പോ ദിവസങ്ങൾ മാത്രമേ അവര് നമ്മളെ ഓർക്കാറുള്ളൂ. 3-ാമത്തെ ദിവസം വയറു വീർക്കും നമ്മളുടേത്. 4-ാമത്തെ ദിവസം പൊട്ടിത്തെറിക്കും വയറ് നമ്മളുടേത്. 5-ാമത്തെ ദിവസം നഖങ്ങൾ കുഴിവരിച്ചു തുടങ്ങും. ഒരാഴ്ചയും 14 ദിവസമാകുമ്പോഴേക്കും മാംസങ്ങൾ ശരീരത്ത് നുതിർന്നുതിർന്നു വീഴും. മണ്ണിനരിയിൽ കിടക്കുന്ന ആ ജീവിതത്തെക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ലോകത്ത് റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം എന്ന ലോകത്തെയാണെങ്കിൽ, ആ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ ഈ സമൂഹത്തെ ഒരുക്കേണ്ടത് ദീനീ ചിട്ടകളിലൂടെയാ, ദീനീ കുടുംബങ്ങളിലൂടെയാ. ആ കുടുംബം വാർത്തെടുക്കപ്പെടുന്നത് ഇതുപോലെയുള്ള ഖുർആൻ പഠന കേന്ദ്രങ്ങളിലൂടെയാണെങ്കിൽ നിലനിർത്തണം. ആർജവത്തോടെ സമ്പത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ചേർത്ത് പിടിക്കണം. മക്കളെ നൽകിയും വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചും അതിന്റെ തുടക്കവും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനുമാകട്ടെ ഈ ഒരു ഒരുമിച്ചുകൂടൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹു ഇതിനേക്കാൾ മനോഹരമായ റബ്ബിന്റെ സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ്വ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാദാ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ഇഷ്ടപ്പെടുന്ന ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനും കുടുംബമായി ജീവിക്കാനും ഞങ്ങളെ മക്കളെയും കുടുംബത്തെയും നീ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റി നൽകണമേ. റബ്ബേ, ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിം സമൂഹം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല കുടുംബങ്ങളും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല ആളുകളും വേദനിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ അസുഖങ്ങളും വേദനകളും നീ എളുപ്പം മാറ്റി സമാധാനവും സന്തോഷവും നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ ലിഗസ്സ. പ്രിയപ്പെട്ടവരെ, പ്രവാസ ലോകം ഏറെ ആശങ്കയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ. അവരുടെ സമ്പാദ്യമാണ് കേരളത്തിലുള്ള ഓരോ കുടുംബങ്ങളുടെയും സമാധാനം. അവരുടെ കച്ചവടമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ദീനീ രംഗത്തുള്ള പ്രോത്സാഹനം. അതുകൊണ്ട് തന്നെ പ്രവാസ ലോകം ഇന്ന് അനുഭവിക്കുന്ന കെടുതിയിൽ നിന്ന്, യുദ്ധഭയത്തിൽ നിന്ന് ആ നാടിന്റെ നിർഭയത്വത്തിലേക്കും ശത്രുക്കളുടെ തന്ത്രത്തെ പരാജയപ്പെടുത്തി സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങളെ പ്രവാസി സഹോദരങ്ങൾക്കും അവരുടെ സാമ്പത്തിക രംഗത്തിനും അവരെ കുടുംബത്തിനും പ്രവാസ ലോകത്തിനും ആ രാജ്യങ്ങൾക്കും നീ കാരുണ്യം ചൊരിയണമേ. വസല്ലല്ലാഹു അലാ നബീന
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.